നമ്മളൊരാളെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന ആളെ കാണാൻ, അവരുടെ സംസാരങ്ങൾ, അവരുടെ പ്രവർത്തികൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നമ്മളെന്തായാലും താല്പര്യമുണ്ടായിരിക്കും. ലോക മുസ്ലിങ്ങളെല്ലാവരും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു. ആ പ്രവാചകൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ആ പ്രവാചകൻ്റെ ജീവിതം എന്തായിരുന്നു? ഇതൊക്കെ അറിയാൻ നമ്മളെല്ലാവരും കൊതിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ്, അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾക്ക് ഹദീസുകൾ പഠിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അനാവരണം ചെയ്യാൻ പോകുന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റമാണ്. അപ്പോൾ ഹദീസുകളെക്കുറിച്ച്, ഉസൂലുൽ ഹദീസിനെക്കുറിച്ച്, അതിൻ്റെ ക്രോഡീകരണ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രതിപാദിച്ചു പോകും. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ടുള്ളത് മൻസൂർ മദീനയാണ്. അദ്ദേഹം ജാമിയ നദവിയിൽ നിന്ന് BA ഫളീല പൂർത്തിയാക്കി. അതോടൊപ്പം കുല്ലിയത്തുൽ ഹദീസിൽ നിന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കി. അപ്പോൾ നമ്മുടെ മുമ്പിലൊരു ഹദീസ് സ്കോളറാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഹദീസിനെ കുറിച്ച് നമ്മൾക്ക് കേൾക്കാം. അപ്പോൾ ആ സന്തോഷത്തോടു കൂടി തന്നെ ക്യാമ്പ് റോഡ് പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ പരിചയപ്പെടുത്താൻ തോന്നുന്നു ആദ്യം. അപ്പോൾ എങ്ങനെയാണ് ഈ ഹദീസ് പഠനം, എന്തായിരുന്നു മദീന മുനവറയിൽ വെച്ച് ഈ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അനുഭവം? ജാമ്യ നദിവയിൽ പഠിക്കണ കാലത്ത് ഭയങ്കര എല്ലാ കുട്ടികളെ ആഗ്രഹമായിരിക്കും എന്ത് പുറത്തുപോയി പഠിക്കണമെന്ന്. മദീനയിൽ മദീനയിലും പുറത്തുള്ള ഈ മക്കത്തൊക്കെ. അപ്പോൾ നമ്മൾ പഠന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതൊക്കെ അതായിരുന്നു. അൽഹംദുലില്ലാ ആ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് തന്നെ നമ്മളെ വിശ്വാസം. അപ്പോൾ അന്നെങ്ങനെ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്? മദീനത്ത് പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മദീനത്ത് മുമ്പ് ഇവിടെ പഠിച്ച് അവിടെ എത്തിയ കുറേ ആൾക്കാരുണ്ടല്ലോ, മദീനിമാർ കുറേ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം. അവരോട് ചോദിക്കും എങ്ങനെയാണ് കൊടുക്കൽ, എങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്യൽ എന്നൊക്കെ. പക്ഷേ അൽഹംദുലില്ലാ ജാമ്യ നദിവയിൽ ഒരു 10 ദിവസത്തെ ഒരു ദൗറ ഞങ്ങൾ ഫൈനൽ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നടന്ന് കുറേ ശേഖന്മാർ വന്നു. മാഷാ അല്ലാഹ് ഒരു നല്ല മഴക്കാലം. അവർ ആ തട്ടുവിട്ട് ഇങ്ങനെ നടന്നു പോകണ കാണുമ്പോൾ തന്നെ നമുക്ക് ആഗ്രഹമാണ് വേഗം കയറി ചെല്ലാൻ. 10 ദിവസത്തെ ആ ഒരു ഇതിൻ്റെ ഇടയിൽ അവർ ഇൻ്റർവ്യൂ നടത്തി കുറേ ആളുകൾ നമ്മൾ മറ്റേ ബനാറസ് നിന്നും അതുപോലെ തന്നെ ദാറുൽ ഹദീസ് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പല അറബി കോളേജിൽ നിന്നൊക്കെ എല്ലാവരും വന്ന് ഇൻ്റർവ്യൂ എടുത്തു. അൽഹംദുലില്ലാ ആ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് പിന്നെ 1 വർഷം കാത്തിരുന്ന് റിസൾട്ട് വന്നു, അവിടെ കിട്ടി. ഞാൻ ആ സമയത്ത് അലിഗറിലായിരുന്നു, അലിഗറിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നേരെ മദീനയിലേക്ക് കയറുകയാണ്. മദീനയിലെത്തിയിട്ട് 5 കുല്ലിയകളാണ്: കുല്ലിയത്തുൽ ഹദീസ്, കുല്ലിയത്തുൽ ലുഗ, കുല്ലിയത്തുൽ ശരിയ, കുല്ലിയത്തുൽ ദഅവ, പിന്നെ കുല്ലിയത്തുൽ ഖുർആൻ. കുല്ലിയത്തുൽ ഖുർആനിൽ കയറണമെന്നുണ്ടെങ്കിൽ ഹാഫിളാണ്, അതിൻ്റെ ഷർത്താണ്. ഹാഫിളല്ല, അപ്പോൾ ഖുർആൻ എന്തായാലും കയറാൻ കഴിയില്ല. എൻ്റെ ആഗ്രഹം കുല്ലിയത്തുൽ ലുഗയിൽ കയറാനായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജാമ്യയിൽ നിന്ന് കുറേ കവിതകൾ, അറബി കവിതകൾ, അറബി സാഹിത്യത്തിലെ കുറേ നോവലുകൾ അതൊക്കെ വായിച്ചപ്പോൾ അതിനോടുണ്ടായിരുന്നൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഭാഷാപരമായിട്ട്. അലിഗറിലെത്തിയപ്പോഴും അത് തന്നെ. കാരണം അറബി ഭാഷ നന്നാവണമെങ്കിൽ ഈ സംഗതികൾ കുറേ എന്ത് ചെയ്യണം, അതിൻ്റെ നഹവും സർഫ് ബലാഗ അങ്ങനെ കുറേ കാര്യങ്ങളോടുണ്ടായിരുന്ന താല്പര്യം കുല്ലിയത്തുൽ ലുഗയിൽ കയറണം. അതും അറബികൾക്കിടയിൽ നിന്ന് പഠിക്കുമ്പോൾ കൂടുതൽ നന്നാവും. പ്രത്യേകിച്ച് നമ്മൾ ചില ഉസ്താദുമാർ പറഞ്ഞ് ഈ ഉമർ മൗലവിൻ്റെ ഓർമ്മകളുടെ തീരത്തിൽ ഉമർ മൗലവി എഴുതിയെന്നത് കുല്ലിയത്ത് ലുഗ മൂപ്പര് വിദേശത്ത് പഠിച്ച സമയത്ത് എന്ത് ചെയ്തു തിരഞ്ഞെടുത്തു എന്ന്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലും വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ കുല്ലിയത്തുൽ ലുഗയിൽ കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അവിടെ ചെന്നാൽ വീണ്ടും ഇൻ്റർവ്യൂ ഉണ്ടാവും, അവിടെ ഏത് കുല്ലിയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്, ഏത് ഫാക്കൽറ്റിക്ക് പോകണം എന്നുള്ളത്. അറബി തീരെ അറിയാത്തവർക്ക് മഹദുൽ ലുഗ 2 വർഷം വേണം. അപ്പോൾ നമ്മൾ പലരും എന്ത് ചെയ്യും, 2 വർഷത്തിൽ നിൽക്കാൻ, കാരണം മദീനയിൽ തന്നെയല്ലേ നിൽക്കുന്നത്. കൂടുതൽ പഠനങ്ങൾ മദീനത്തെ പള്ളിയിലെ ദർസുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ 2 വർഷം കൂടുതൽ കിട്ടുകയാണെങ്കിൽ നന്നാവും. അപ്പോൾ മഹദുൽ ലുഗയ്ക്ക് ഞാൻ ശ്രമിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. അറബി എഴുതാനും വായിക്കാനൊക്കെ അറിയും, അതുകൊണ്ട് നേരെ കുല്ലിയെ കയറണം എന്നുള്ള മറുപടി കിട്ടി. അവിടുത്തെ ഇതറിയുന്ന അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് കുല്ലിയെ തിരഞ്ഞെടുക്കണം എന്നാണ്. കുല്ലിയെ ഞാൻ അപ്പം തിരഞ്ഞെടുത്തില്ല, കാരണം എൻ്റെ മനസ്സിൽ ലുഗയിൽ കയറണം എന്നുണ്ടായിരുന്നു. നമ്മളെ മാഷാ അല്ലാഹ് അഷ്റഫ് മൗലവി ഇല്ലേ, കാസർഗോഡ് ഇപ്പോഴുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. അഷ്റഫ് മൗലവി ഇങ്ങനെ സംസാരിക്കണ സമയത്ത് എന്നോട് പറഞ്ഞ്, ഇനിയും കുല്ലിയത്തുൽ ലുഗയിലാണ് പോകുന്നത്, നിങ്ങൾക്ക് നാട്ടിൽ അറബി കോളേജിൽ മുഴുവൻ എന്ത് ചെയ്യും കുറേ ലുഗവിയായിട്ട് നഹവും സർഫും ബലാഗയൊക്കെ നാട്ടിൽ കിട്ടുന്നുണ്ടല്ലോ, മുത്തനബിയൊക്കെ കുറേ നിങ്ങൾ ഓതി പഠിച്ചാൽ ഇവിടെ മുത്തുനബിനെ കുറിച്ച് പഠിക്കണം എന്നുള്ള നിലക്ക് പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ശരിയാണ്. മദീനത്തുൻ നബവി അല്ലേ, അൽ മദീനത്തുൻ നബവിയ, അവിടെ എന്തുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ ഇങ്ങനെ ആയുസ് തീർത്തൂടാ എന്നൊരു തോന്നലാണ്. അങ്ങനെ അൽഹംദുലില്ലാ മദീനത്തെ പള്ളിയിൽ 2 റക്അത്ത് ഇസ്തിഖാറത്തൊക്കെ നിസ്കരിച്ച് അള്ളാഹിനോട് അങ്ങനെ ചോദിച്ച് ഏതെടുക്കണം, മുത്തറദ്ദിദായിരുന്നു, ലുഗ എടുക്കണോ ഹദീസ് എടുക്കണോ. കാരണം ഹദീസ് ഭയങ്കര ടഫാണ്. കാരണം അവിടെ മദീന യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് കുല്ലിയത്ത് ശരിയായാലാണ്. കാരണം സൗദികൾ അധികം അതിലായിരിക്കും. അന്ന് ഞങ്ങൾ കയറുന്ന സമയത്ത് ഏകദേശം ഒരു 16 ഡിവിഷൻ എന്തൊരു കുല്ലിയത്ത് ശരിയാഒക്കെ ഉണ്ട്. ഫസ്റ്റ് മുസ്തഫ ലൗവൽ ഫസ്റ്റ് സെമസ്റ്ററിൽ 8 സെമസ്റ്ററുകളാണ് അവിടുത്തെ ഡിഗ്രി. ആ 16 മുസ്തഫകളിൽ കുല്ലിയത്ത് ശരിയുള്ള സമയത്ത് കുല്ലിയത്തിൽ ഹദീസിന് ആകെ 4 ഡിവിഷനുള്ളൂ.
ഒരു ക്ലാസ്സിൽ 60 കുട്ടികളോളം വരും, ഒക്കെ വിദേശികളാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കുല്യത്തുൽ ഹദീസ് കൂടുതൽ ടഫാണ്. ടഫ് മാത്രമല്ല, കുറച്ച് എഫേർട്ട് അതിന് വേണം, നല്ല പരിശ്രമം വേണം. ഹദീസുകൾ ഹിഫ്ളാക്കാനുണ്ട്, അതിൻ്റെ ഉസൂലുകൾ, അങ്ങനെ കുറേ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ആശങ്കയാണ്, അതെടുക്കണോ, ലുഗയ്ക്ക് ചാടണോ. അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്ത് അൽഹംദുലില്ലാ അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ളൊരു മനസ്സ് തന്നു, ഹദീസ് എടുത്തു. അൽഹംദുലില്ലാ. അന്ന് ഞങ്ങളെ ബാച്ചിൽ 60 ആളുകളാണ് ഒരു ക്ലാസ്സിലുണ്ടാവുക ഒരു സെമസ്റ്ററിൽ. അങ്ങനെ ഏകദേശം ഒരു 4 സെമസ്റ്റർ. ഇത് കഴിയുമ്പോൾ ആകെ ഒരു കുല്ലിയയിലുള്ള ഒരു മുസ്തഫയിലുള്ള കുട്ടികൾ, അഥവാ 60 കുട്ടികൾ മാത്രമാണ് അന്ന് ബാക്കിയത്. അവസാനം 8 സെമസ്റ്റർ കഴിയുമ്പോൾ ബാക്കിയൊക്കെ പേപ്പർ ഫെയിലായിട്ടും ഒക്കെ താഴെയായിട്ടൊക്കെ എന്ത് ചെയ്യും, കൊഴിഞ്ഞു പോകും. അത് കുല്യത്തുൽ ഹദീസിൽ കൂടുതലായിരുന്നു, കാരണം കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു എന്നർത്ഥം. അൽഹംദുലില്ലാ അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അവിടുത്തെ ഉസ്താദുമാരെ എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം, ഇങ്ങനെ പഠനത്തിൻ്റെ അവിടുത്തെ പഠനത്തിൻ്റെ അന്തരീക്ഷം ഭയങ്കര നമ്മളെ മനസ്സിന് വല്ലാതെ സ്വാധീനിച്ചത്. എപ്പോഴും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ചില ചിത്രങ്ങളുണ്ടെങ്കിൽ അതാണ്. കാരണം ശേഖന്മാരൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുള്ള, നല്ല വിനയമുള്ള, എത്ര പ്രായ ആധിക്യത്തിലാണെങ്കിലും കണ്ണും കാഴ്ചയില്ലാത്തവർ വരെ വന്നിട്ട് എന്ത് ചെയ്യും, നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. പിന്നെ അവിടെ ഇവരുടെ ഈ ഇതുണ്ടല്ലോ, മുത്തക്കായിതാവില്ല, എന്താണ് റിട്ടയർമെന്റ് കഴിഞ്ഞാലും പിന്നെ അതൊരു ഹിദ്മത്തായിട്ട് എന്ത് ചെയ്യും, അവർ മദീനത്തെ പള്ളിയിലും ഇവിടെയൊക്കെ നമുക്ക് അവരെന്ത് ചെയ്യും, ദർശനം എടുത്തു തരും. പിന്നെ ഇത് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. പിന്നെ അത് ഉച്ചവരെ, ഇപ്പോൾ 8 മണി മുതൽ ഉച്ചവരെയാണ് മദീന യൂണിവേഴ്സിറ്റിയിലെ പഠന സമയം എന്ന് പറയുന്നത്. ലോഹർ വരെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആണ്, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. അഷറാകുമ്പോൾ എന്ത് ചെയ്യുക, നേരെ മദീനത്തെ ഹറമിൽ വരും. മദീനത്തെ ഹറമിൽ വന്ന് പിന്നെ ശേഖന്മാരുടെ ദർസുകളുണ്ടാവും. അത് പിന്നെ ഓരോ അഖീദ, ഓരോ തഫ്സീർ, ഇങ്ങനെയൊക്കെ ഓരോ രീതിയിലുള്ളതുണ്ട്. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പോയി ഇരിക്കുക. ഷെയ്ഖ് അബ്ബാദിൻ്റെ ഒക്കെ ദർസുകൾ, ഷെയ്ഖ് അബ്ദുൾ റസാഖ് ബദറിൻ്റെ ഒക്കെ ദർസുകൾ എന്ത് ചെയ്യും, നമ്മൾ പരമാവധി അതിലിരിക്കുക. ഷെയ്ഖ് സുലൈമാൻ റുഹൈലിൻ്റെ ഒക്കെ ദർസുകൾ, അത് വേറെ കാര്യങ്ങൾ. മദീന യൂണിവേഴ്സിറ്റിയിലെ പഠനം, കുല്യത്തുൽ ഹദീസിലെ പഠനം, അതൊരു വേറെ തന്നെയാണ്. നമ്മൾ ശരിക്കും അതെന്ത് ചെയ്യണം, അങ്ങനത്തെ രീതിയിലേക്ക് നമ്മൾ പഠനത്തിനെ കൊണ്ടുപോകണം എന്നാണ്. ആ രീതികളാണ് കൊണ്ടുവരേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ അറബി കോളേജിൽ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് ഇങ്ങനെ പഠിക്കും, അവിടെയും ഇവിടെയൊക്കെ ഒന്ന് തോണ്ടി വെക്കും. മുസ്തലഹ ആണെങ്കിലും ഇനി അതല്ല ഹദീസ് ആണെങ്കിലും വളരെ കുറച്ചല്ലേ. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ കാണാം ഹദീസുകൾ നന്നായി പഠിക്കും. ഇപ്പോൾ ഞാനൊക്കെ ഹദീസിൽ പിന്നെ നമുക്ക് വല്ലാതൊരു താല്പര്യം വന്നത് മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ്. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യത്തെ കുട്ടികൾ, അതിൽ വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില മക്കൾ, അവരൊക്കെ ഈ അൽഫിയ ഇറാഖി, അതല്ലെങ്കിൽ മറ്റേ എന്താണ് സ്വഹീൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇതൊക്കെ ഹിഫുളാക്കിയിട്ട് വരുന്നവരാ. ഹിഫുളാക്കിയിട്ട് നമ്മളാകെ സ്വഹീഹ് മുസ്ലിം ഒരു 10 അവിടുന്ന് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടുന്ന് 10 വായിച്ചിട്ടുണ്ടാവും. ബൈക്കൂനൊക്കെ ആകെ കുറച്ച് ഒന്ന് വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഉസ്താദുമാരിൽ ഇപ്പോൾ കണ്ട ഒരു, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വിനയം, അവരിൽ അതൊരു പ്രധാന ക്വാളിറ്റിയാണ്. അത് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് കുല്യത്തുൽ ഹദീസിൽ കുട്ടികൾ കുറഞ്ഞെന്നുള്ളതിൻ്റെ ഒരു തെളിവ് ചിലപ്പോൾ അതായിരിക്കാം. കാരണം അവർ കുറച്ച് മുത്തശ്ശദ്ദീങ്ങളാണ്, അതായത് മാർക്കിടുന്നതിലും വെറുതെ കൊടുക്കൂല, അത് വെറുതെ കുറക്കൂല. ഉള്ളതെന്താണോ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, അതിനെ സ്വീകരിച്ച് പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഭയങ്കര ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അവർ അത്ര സമയം ചിലവഴിച്ച് നമ്മൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ വരെ എന്ത് ചെയ്യും, അവരത് പറഞ്ഞുതരാനുള്ള താല്പര്യം ഭയങ്കര. നമ്മളെ ഇവിടുത്തെ ഉസ്താദുമാരെക്കാളും ഇവിടുത്തെ ഉസ്താദുമാർ മാഷാ അല്ലാഹ് നല്ല നമ്മളെ സൗഹൃദമുള്ളവരുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ അവരുടെ സ്വഭാവം നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അത് അറബികളായതുകൊണ്ട് നല്ല പൊതുവെ ഓരോരുത്തരുടെ പഠനത്തിനനുസരിച്ച് അവർക്ക് വന്ന സംസാരത്തിൽ നിന്ന് വന്ന എന്തെങ്കിലും വാക്കോ പ്രചോദനമായിട്ട് നിലനിന്ന എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവണം. ചില ഉപദേശങ്ങൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ. അപ്പോൾ ഒരു ഷെയ്ഖിൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇനി പുതിയ ഗ്രന്ഥങ്ങൾ രചിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പുതിയതായിട്ട് ഗവേഷണങ്ങൾ നടത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഇങ്ങനെ, ഹദീസുകളാണ് പഠിച്ചത്, ഹദീസുകൾ ഇങ്ങനെ വീണ്ടും പഠനം, അതിൻ്റെ സനതും അതിൻ്റെ മത്തിനൊക്കെ ഇങ്ങനെ ആ ആയുസ്സിനെ അങ്ങനെ തീർത്തോളൂ എന്ന് പറഞ്ഞത് വല്ലാത്ത ചില സംസാരങ്ങളാണ്. ശരി, നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പോയാൽ മതി അല്ലേ, പലതും പോട്ടെ. അതെ, ആ പഠനങ്ങൾ അവിടെ വിഷയത്തിലേക്ക് പോകാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഹദീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സംസാരം. അപ്പോൾ എന്താണ് ഹദീസ്? ഹദീസ് അല്ലേ, ഇപ്പം നമ്മൾ ഏത് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും അതിനൊക്കെ ഓരോരുത്തർ ഓരോ താരീഫുകൾ കൊടുത്ത് കാണാം, പല നിർവചനങ്ങൾ. ഇപ്പോൾ ഉസൂൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഹദീസിന് കൊടുത്ത നിർവചനം, അതുപോലെ തന്നെ വേറെയുള്ള പണ്ഡിതന്മാർ, ഇപ്പോൾ ലുഗവി പണ്ഡിതന്മാർ ഹദീസിന് കൊടുത്ത നിർവചനം ഒക്കെ വ്യത്യാസമാണ്. ഭാഷാപരമായിട്ട് അൽ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ജദീദ്, ഒരു നൂതനമായ ഒരു പുതിയ സംഗതി. ഇപ്പം നമ്മൾ പറയാം അൽ അസുറുൽ ഹദീസ്, ആധുനിക കാലഘട്ടം എന്ന് പറയാറുണ്ട്. ശരിക്കും ഭാഷാപരമായി അൽ ഹദീസിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ ഇയ്യാക്കും മുഹ്ദസാത്തുൽ ഉമൂർ, റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ പുത്തൻ ആചാരങ്ങളെ സൂക്ഷിക്കുക. അവിടെ പുത്തൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹദീസ് വന്നത്.
എന്നാൽ നമ്മളിത് ഹദീസ് പഠനവുമായി ബന്ധപ്പെട്ട് അതിന് സാങ്കേതികമായിട്ട് വിശദീകരിക്കുമ്പോൾ അൽ ഹദീസ് മാ റവാഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീർ. ചില പണ്ഡിതന്മാർ അതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് ഔ സിഫ, നബിയുടെ വിശേഷണങ്ങളാവാം. ഇപ്പോൾ നബിയുടെ സ്വഭാവം ഖുൽഖിയായതുണ്ടാവും, ഖൽഖിയായത് നബിൻ്റെ നബി വല്ലാതെ ലൈസബി എന്ന തൊവീൽ വല്ലാതെ ഉയരമുള്ളവനായിരുന്നില്ല, വലാ ബിൽ ഖസീർ എന്നല്ലേ, തൊവീൽ ബായിനും അല്ല ഖസീറും അല്ല, അതിൻ്റെ ഇടയിൽ ആയിരുന്നു എന്ന് പറഞ്ഞ നബിയുടെ സിഫ, ഖൽഖിയ സിഫ. ഇതും ഹദീസാണെന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാർ. ചില നബിയുടെ സ്വഭാവം പറഞ്ഞു അല്ലേ, കാന ഖുൽഖുഹു അൽ ഖുർആൻ. മാത്രമല്ല യുഅജിബു തയമ്മുൻ, നബി വലതിനെ ഇഷ്ടപ്പെടും എല്ലാ കാര്യത്തിലും, വലത് മുടി ചെയ്യുമ്പോഴും എല്ലാ കാര്യത്തിലും വലതിനെ ഇഷ്ടപ്പെടും. അതൊക്കെ നബിയുടെ ഖുൽഖിയായ സ്വഭാവമാണ്. അങ്ങനെ ഹദീസിനെ പറഞ്ഞു, നബിയുടെ കൗല്, നബിയുടെ ഫിഅല്, നബിയുടെ അംഗീകാരങ്ങൾ, നബി പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യും മൗനാനുവാദം നൽകിയതൊക്കെ പഠിച്ച തെളിവുകൾ. അതൊക്കെ ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം. പക്ഷെ ആ രീതിയിൽ കുറെ ഓരോന്നിനും ഹദീസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾക്ക് പ്രവാചകന്റെ പ്രവർത്തികൾ, അതുപോലെ തന്നെ പ്രവാചകന്റെ സംസാരങ്ങൾ, അതെ എല്ലാം, പിന്നെ പ്രവാചകൻ അംഗീകാരങ്ങൾ എല്ലാം ഉൾക്കൊള്ളും. പിന്നെ ചില പണ്ഡിതന്മാർ ഹദീസിന് പല പേരുകൾ, ഇപ്പോൾ പൗരാണിക ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കാൻ അൽ ഖബർ എന്ന് പേര് പറയും. ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നബ എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ പണ്ടൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് ഒരു പേരിട്ടത് അൽ അഖ്ബാർ, മുൻതഖൽ അഖ്ബാർ. നമ്മുടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൻ്റെ ഉപ്പ മജിദുദ്ദീൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസിനാണ് മറ്റേ നൈലുൽ ഔത്താറില്ലേ ഷൗക്കാനിൻ്റെ, അതിൻ്റെ ഷർഹായിരുന്നു എന്നുള്ള നിലക്ക് പറയുന്നേക്കാം മുൻതഖൽ അഖ്ബാർ. അപ്പോൾ അഖ്ബാർ, അപ്പോൾ നബിയിൽ നിന്ന് വന്ന എല്ലാ വർത്തമാനങ്ങളെയും എന്ത് പറയാം, അഖ്ബാർ എന്ന് പറയാം. പക്ഷെ വേറെയുള്ള ആൾക്കാർ പറയണതിന് എന്താ പറയാ, അല്ല അഖ്ബാർ എന്ന് പറയാം. അപ്പോൾ പിൽക്കാലത്ത് ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പല രീതിയിൽ അതിനെ വിശദീകരിച്ചു. അല്ല അഖ്ബാർ എന്ന് പറയുമ്പോൾ നബിയുടെ ഹദീസുകളൊക്കെ അഖ്ബാറുകളാണ്, പക്ഷെ എല്ലാ അഖ്ബാറുകളും ഹദീസല്ല. അത് ചിലത് ഇപ്പോൾ ചില ആൾക്കാർ അൽ അസർ എന്ന് പേര് പറയും ഹദീസിന്, അൽ അസർ അല്ലേ. ചില ഹദീസ് ഗ്രന്ഥങ്ങളെ വായിച്ചു നോക്കുമ്പോൾ മിൻ അഹ്ലിൽ അസർ എന്നുള്ള നിലക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും പേരുകൾ കൊടുത്തതാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് മുസ്തലഹിൽ ഉലൂമുൽ ഹദീസിലൊക്കെ വന്ന ഗ്രന്ഥങ്ങളുടെ പേരുകൾ അതാണ്. അപ്പോൾ അൽ അസർ. പിന്നെ അതിനൊരു സ്പെഷ്യലൈസേഷൻ വന്നു. അൽ അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിയിൽ നിന്ന് വന്ന് മാത്രമല്ല, സ്വഹാബികളിൽ നിന്ന് താബികളിൽ നിന്ന് വന്ന ഉദ്ധരണികൾക്കൊക്കെ അൽ അസർ എന്ന് പറയും. പക്ഷേ പണ്ട് അൽ അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹദീസായിരുന്നു, അൽ അഖ്ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹദീസായിരുന്നു. പിന്നെ അൽ ഹദീസ് എന്നുള്ള പേരിൽ തന്നെ സുന്നത്ത് എന്നുള്ളത്, അതെ അതേപോലത്തെ ഒരു നിർവചനമാണ്. അൽ ഹദീസിന് സുന്ന, മുഹദ്ദിസീങ്ങൾ അർത്ഥം സുന്ന എന്നും പേര് കൊടുത്തു. എന്നാൽ ഉസൂല് ഫിഖ്ഹൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അല്ലേ, അത് ചെയ്താൽ കൂലിയുള്ളത്, ചെയ്തില്ലെങ്കിൽ എന്തില്ല ശിക്ഷയില്ല. അല്ല യുസാബു അലാ ഫാഇലിഹി അല്ലേ, യുസാബു ഒരു ചെയ്തവൻ എന്തുണ്ട് സവാബുണ്ട്, അതിനെ ഉപേക്ഷിച്ചവൻ എന്തല്ല കുറ്റവാളിയല്ല എന്നുള്ള നിലക്ക് പറഞ്ഞു. അത് ഫിഖ്ഹിൽ അതിൻ്റെ നിർവചനം. പക്ഷേ യഥാർത്ഥത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹദീസാണ്. ആണ് കുത്തുബു സുന്ന എന്ന് പറയാറുണ്ട്. പിന്നെ സുന്നത്തിൽ നമ്മൾ ഡെഫിനിഷൻ കൊടുത്തപ്പോൾ അതിനും ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സുന്നത്തിൽ ചില മുഹദ്ദിസീങ്ങൾ എന്ത് ചെയ്തില്ല, സിഫത്ത് കൊടുത്തില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൗല്, ഫിഅല്, തഖരീർ, സിഫ, അതാണ് ഹദീസ്. പക്ഷെ സുന്നത്ത് പറഞ്ഞപ്പോൾ എന്തില്ല, സിഫത്ത് വന്നില്ല. അതെന്താണ്, നബിയുടെ ചര്യല്ല, അതിൽ നബിൻ്റെ രൂപം, ഞാൻ എൻ്റെ ഈ രൂപം എടുക്കണമെന്നാണ്, അത് സുന്നത്തല്ല. അല്ലെങ്കിൽ നബി ഖുൽഖിയായത് പിന്നെ കൗലായത് വന്ന് വേറെ ഫീലായത് വന്നിട്ടുണ്ട്. അല്ലാത്ത ചില വിശേഷണങ്ങൾ പറഞ്ഞല്ലോ, അത് അത് ഓരോന്നിനും ഉമൂമും ഖുസൂസുമുണ്ട്. അഥവാ ചിലത് പൊതുവായി, ചിലത് ഖാസായി പറഞ്ഞു പോയി നടത്തും. ഏതായാലും ഇതാണ് തൽക്കാലം നമുക്ക് ആ ഒരു അതായത് ഹദീസ് എന്ന് പറഞ്ഞാൽ നബിയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ ഹദീസിന്റെ ഇപ്പോൾ ഖുർആന്റെ ക്രോഡീകരണം നമ്മൾക്കറിയാം. ഇപ്പോൾ ഒരു ഉസ്മാൻ റളിയല്ലാഹു കാലമാകുമ്പോഴേക്ക് അതിനെ കോപ്പി എടുത്ത് പ്രധാന നഗരങ്ങളിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ഹദീസിന്റെ കാര്യത്തിൽ എങ്ങനെ ക്രോഡീകരണം? അതൊരു ശരിക്കും നമ്മൾ കുറച്ച് വൈഡായി കൂടുതൽ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്കത് പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ ക്രോഡീകരണവും ഖുർആനിലുള്ള എണ്ണം, ഇപ്പോൾ ഖുർആനിൽ എത്ര സൂറത്തുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ പറയും 114. എത്ര ആയത്തുകളുണ്ട്? 6000 ചില്ലാൻ വരുന്ന ആയത്തുകളുണ്ട്. അത് മക്കിയായ മുസഹഫ് വേറെ വേറെ ആ രീതിയിൽ അതിൻ്റെ എണ്ണം വ്യത്യാസം വന്നാലും. അപ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ മുസഹഫ് പോലെ ഖുർആൻ ഹദീസ് അല്ലേ, ഖുർആൻ്റെ മുസഹഫ് പോലെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അതെങ്ങനെ? ഇപ്പോൾ ജമ്മുൽ ഖുർആൻ എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ സെയ്ദ് ഇബ്നു സാബിത്തിനൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതാണ്, അവിടെ ഉള്ളൊരു മല എടുത്തിട്ട് കളച്ച് ഇവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ല. ഇന്നിപ്പോൾ നമ്മൾ KNRCൻ്റെ റോഡ് കണ്ടില്ലേ, എത്ര സൂപ്പറായിട്ട് വലിയ വലിയ മലകൾ കെട്ടിയത്, മലകൾ അവർ ആക്കിയത്. പക്ഷേ അതവർക്ക് ചെയ്യാൻ പറ്റും. മനുഷ്യ മനസ്സുകളിൽ അവിടെയും പിടിങ്ങനെ ചെറുപ്പക്കാരെ ഏൽപ്പിക്കാൻ എന്താ കാരണം?
ഖുർആൻ ക്രോഡി കൂടുതൽ അതിലൊരു ലബ്ത്ത് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അല്ലേ. മാത്രമല്ല അവരുടെ ഓർമ്മശക്തി, മാത്രമല്ല കുറച്ചൊരു ആ കാര്യം ചെയ്യാൻ ക്യാപ്പബിൾ. നമ്മൾ വയസ്സന്മാരെ ഏൽപ്പിക്കണേക്കാളും ഇപ്പോൾ ഏതൊരാമലും ചെറുപ്പക്കാരെല്ലാം ഏൽപ്പിക്കുക. പിന്നെ യൗവനം എന്നാണ് പോലെ, അതായത് ഒരു കാലഘട്ടത്തിൽ വളരെ ചെറുപ്പമായിരുന്നില്ല, വളരെ ചെറുപ്പം എന്നല്ല, അവരുടെ എല്ലാ നിലക്കും യൗവന കാലഘട്ടത്തിൽ തന്നെയാണ് അത്. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. അപ്പോൾ ഹദീസ് ഒരു അപ്പം നമ്മൾ ഹദീസിന്റെ ഇതിലേക്ക് വരാം. ജമ്മുൽ ഖുർആൻ അവിടെ കേട്ടെ, നമ്മൾ സംസാര ജമ്മുൽ ഹദീസാൻ ഹദീസുകളെ ക്രോഡീകരണം. ഇപ്പോൾ തെദ്വീനു സുന്ന എന്നുള്ള പേരിൽ കുറേ ഗ്രന്ഥങ്ങൾ കാണാം. തെദ്വീനു സുന്ന ഇപ്പം നമ്മൾ മദീനത്ത് പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഒരു അഹമ്മദ് മത്തർ അസ്സഹറാനി റഹിമഹുല്ല, എൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖാണ്, മദീനക്കാരനാണ്. സഹറാനി എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ ഭയങ്കര ഇതാണ്, മുസ്തലഹുൽ ഹദീസിലെ ഗ്രന്ഥങ്ങൾ ഭയങ്കരമാണ്, നമുക്ക് വായിച്ചു പോകേണ്ട ഗ്രന്ഥങ്ങളാണ്. പോട്ടെ, ആ സഹറാനി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ക്രോഡീകരണത്തെ ഇങ്ങനെ വളരെ തെർത്തീവോടുകൂടി ചെയ്ത് കാണാം. ചില ആൾക്കാർ പറയും ഇബ്നു ശിഹാബ് സുഹരിയാണ് എന്ത് ചെയ്ത് ആദ്യമായി ഒരു ഹദീസ് ഗ്രന്ഥം രചിച്ചത്. ഉമർ അബ്ദുൽ അസീസ്. ഇപ്പം എല്ലാ ക്രിസ്മസ് ചരിത്രമൊക്കെ എല്ലാവരും ചോദിക്കും ഉമർ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്തിലാണ്. പക്ഷെ അത് ശരിക്കും അതിൻ്റെ ഡീപ്പിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു. വിലക്കില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ കുറച്ച് ഡെപ്ത് അതിലേക്ക് കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങാം. 3 രീതിയിൽ അതിനെ കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖീദുൽ ഇൽം, ഇബ്നു ഖത്തീബുൽ ബഗ്ദാദിയുടെ ഒരു ഗ്രന്ഥമാണ് തഖീദുൽ ഇൽം. ഇപ്പോൾ നമ്മളിതിന് കൂടുതൽ ഈ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥം എടുത്ത് നോക്കിയാൽ മതി. തഖീദുൽ ഇൽമിൽ ഖത്തീബുൽ അബൂബക്കർ ഖത്തീബുൽ ബഗ്ദാദി ഈ വിഷയത്തെ ചർച്ച ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രോഡീകരണത്തിൻ്റെ ഒരു യഥാർത്ഥ വശം എന്താണെന്ന് എന്ത് ചെയ്തത് നമ്മളെ ഉലമാക്കൾ മനസ്സിലാക്കിയത്. അതായത് ഖത്തീബുൽ ബഗ്ദാദിക്ക് ശേഷം, ഖത്തീബുൽ ബഗ്ദാദി വരുന്നതിന് മുമ്പ് വരെ എല്ലാവരും വിചാരിച്ചത് എന്താണ്, എങ്ങനെ അതായത് ഹദീസുകൾ എഴുതി വെക്കാൻ പാടില്ല എന്നാണ്. ഈ പുസ്തകത്തിൽ മുമ്പ് ഒരു 3 പാർട്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ആദ്യത്തെ പാർട്ടിൽ ഖിസ്മുൽ അവ്വലിൽ നബിയുടെ വിലക്ക് വന്നു. ഏത്, നിങ്ങൾ എഴുതി വെക്കാൻ പാടില്ല, തക്തുബു അന്നി ഷൈഅൻ, അല്ലേ, എന്നിൽ നിങ്ങളൊന്നും എഴുതി വെക്കരുത്. അതിൽ കുറേ ഹദീസുകൾ കൊണ്ടുവന്നു. അതിലൊരൊറ്റ ഹദീസ് മാത്രമാണ് സ്വഹീഹ് എന്നുള്ള നിലക്ക് നിലനിൽക്കുന്നത്. അതായത് അബൂ സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് ചെയ്തു, ഒന്നും എഴുതി വെക്കരുത്, ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഫല്യംഹു, അവൻ അതിനെന്ത് ചെയ്യട്ടെ, മായ്ച്ചു കളയട്ടെ. ഇതാണ് ആ കൊണ്ടുവന്ന ഹദീസുകളിൽ സ്വീകാര്യമെന്ന് പറയപ്പെടാവുന്ന ഒറ്റ ഹദീസ്. ബാക്കിയുള്ള നബി എഴുതി വെക്കരുത് എന്ന് പറഞ്ഞൊക്കെ എന്താണ്, ദുർബലമാണ്, അതിൻ്റെ മറ്റ് ശവായിദുകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ അത് നിലനിൽക്കാത്തതാണെന്നാണ് മുഹദ്ദിസീങ്ങളുടെ ഒരു ഭാഷ്യം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എഴുതി വെക്കരുത് എന്ന് പറഞ്ഞത് സ്ഥിരപ്പെട്ടാൽ തന്നെ അതൊരു ഹ്രസ്വകാലം. അത് നമ്മൾ പറയാം നാസിഖ് മൻസൂഖ് തന്നെ. ചില മുഹദ്ദിസീങ്ങൾ അതിനെ ജംഅ ചെയ്തിട്ട് പറഞ്ഞു ആ വിധി എന്ത് ചെയ്ത് നസ്ഖ് ചെയ്യപ്പെട്ടു, എഴുതി വെക്കരുത് എന്നുള്ളത്. പിന്നീട് പിൽക്കാലത്ത് നബി എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ 2ാമത്തെ കിസ്മിൽ ഖത്തീബുൽ ബഗ്ദാദി എന്ത് ചെയ്തു, ഈ സംഭവങ്ങൾ കൊണ്ടുവന്നു. ഏത്, നിങ്ങൾ എഴുതി വെക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, അത് കുറേ സ്വഹീഹായതാണ്. ഇപ്പോൾ അതിൻ്റെ 1-2 ഉദാഹരണം പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്നെക്കാളും നബിയിൽ നിന്ന് ഹദീസുകൾ കൈവശമുള്ളവൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസാൻ, വകാന യക്തുബു അന ലാ അക്തുബു, അദ്ദേഹം എഴുതി വെക്കാറുണ്ടായിരുന്നു, ഞാൻ. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലായി നബിൻ്റെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിരുന്നു. മാത്രമല്ല നബി എഴുതി വെക്കാൻ പറഞ്ഞ സന്ദർഭമുണ്ട്. ഇപ്പോൾ മക്കം ഫത്തഹിൻ്റെ സമയത്ത്, മക്കം ഫത്തഹ് നടക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുത്ബ, അതിൻ്റെ അവസാനത്തിൽ ഒരു ഖുത്ബ നടത്തിയിട്ട് നബി ഹജ്ജിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ യമനിന്നൊക്കെ വന്ന ഒരാൾ വിളിച്ചാൽ നബി അതൊന്ന് എഴുതി തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ ഉക്തുബു ലി അബീഷ, അബൂഷാക്ക് നിങ്ങൾ എന്ത് ചെയ്തു, എഴുതി കൊടുക്ക്. അപ്പോൾ നബി എന്നെ എന്ത് ചെയ്തു, ആ കാര്യത്തെ എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മറ്റേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു സ്വഹീഫ് ഉണ്ടായിരുന്നു. എന്തിനെ പറ്റി, സദക്കകളുടെ ഫറായിദുകൾ മാത്രം വിശദീകരിച്ച ഹദീസുകൾ. അത് ഇന്നത്തെ പോലത്തെ മുറത്തബല്ല, എന്നാലും അവർ എഴുതി വെക്കാറുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനുണ്ടെന്നല്ലോ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ഒരു സ്വഹീഫ് ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കമ്മ വളരെ പ്രസിദ്ധമാണ്. അതായത് ഈ എഴുതി വച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തതോ അതല്ലെങ്കിൽ ഖുർആനെതിരായ എന്തെങ്കിലും നിങ്ങൾ അതിനെന്ത് ചെയ്യണം, എടുത്ത് വലിച്ചെറിയണം എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില കൗലുകൾ. അത് മറ്റേ ഇമ്മത്തുൽ അർബാൻ്റെ വേറെ, ഇത് അലി റളിയല്ലാഹു അൻഹു മാത്രം. അപ്പോൾ അവർക്കൊക്കെ സ്വഹീഫകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എഴുത്ത് എന്ന് പറഞ്ഞ സംഗതി അന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ചില വേണ്ടി നമ്മൾ ക്രോഡീകരണം തെദ്വീൻ എന്നല്ല, നേരെ മറിച്ച് ഒരു മുസന്നഫ്, ഒരു ഗ്രന്ഥമായിട്ട് അതിനെ കൊണ്ടുവന്നത് ഒരു പക്ഷേ ആരായിരിക്കാം, ഇബ്നു ശിഹാബ് സുഹരി. അത് മാലിക്കിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞില്ല നമ്മൾ, ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലേ, ഉമർ ബിൻ അബ്ദുൽ അസീസ് കൽപ്പിക്കാൻ. ഉമർ അബ്ദുൽ അസീസ് ആദ്യം ഇബ്നു ഹസ്മിനാണ് കത്ത് എഴുതിയത്. ഇബ്നു ഹസ്മില്ലേ,
പ്രസിദ്ധനാണല്ലോ ഇബ്നു ഹസ്ം, മുഅരിഖാണ്. ഇബ്നു ഹസ്മിനോട് പറയണേ നിങ്ങൾ ഹദീസുകൾ എഴുതി വേണം, കാരണം ഇനി അഖ്ഷ ദഹാബുൽ ഇൽമി വൽ ഉലമാ. അങ്ങനെ ഇബ്നു ഹസ്മും ക്രോഡീകരിച്ചു എന്നാണ്. പക്ഷേ ഇബ്നു ശിഹാബ് സുഹരിൻ്റെ ആണ് റഹിമഹുല്ലാ അവിടെ ക്രോഡീകരിക്കപ്പെട്ടത്. പിന്നെ ഇതേ ഇത് ഇമാം മാലിക്കിനും കൊടുത്തിട്ടുണ്ട്. ഇമാം മാലിക്കിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസ് നിർദ്ദേശം കൊടുത്തു. ഇമാം മാലിക്കും ജമ ചെയ്തു. ഇമാം മാലിക്കിൻ്റെ ഗ്രന്ഥം പിന്നെ പ്രസിദ്ധമായി മുവത്ത അല്ലേ. അതുകൊണ്ട് ചില ആൾക്കാരുടെ ആദ്യത്തെ ഗ്രന്ഥം മുവത്തയാണ്. പക്ഷെ അതിന് മുന്നും ഗ്രന്ഥങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, അഥവാ റസൂലിന്റെ കാലത്ത് തന്നെ സ്വഹാബികൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വഹാബത്തിന്റെ കാലശേഷം എന്ത് ചെയ്തിരുന്നു, ഇവർക്ക് ഹദീസുകൾ ഇങ്ങനെ എഴുതി വെക്കാറുണ്ടായിരുന്നു. പിന്നീട് അതിനൊരു മുസന്നഫ് അഥവാ ഒരു തസ്നീഫ്, ഒരു ഗ്രന്ഥശൈലിയിൽ നല്ലൊരു ഘടനയിൽ കൊണ്ടുവന്ന ആവശ്യകത ഉണ്ടായിരുന്നു. ഹദീസുകളുടെ ഒന്നാമത് ഹിഫ്ലിനെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് നബി ആദ്യം എഴുതി വെക്കണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഖുർആനും ഹദീസും കൂടി കലരുമെന്നുള്ള ഭയം. മാത്രമല്ല ചില ആളുകൾ വെറും എന്ത് ചെയ്യോ, ഈ നബിയുടെ ഹദീസുകൾ മാത്രം ചടഞ്ഞിരിക്കുമോ എന്നുള്ള ഭയം. ഖുർആൻ അബ്ദുല്ലാഹി ഇബ്നു അംബ്രാസ് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഒരു എത്ര ഹദീസ് അദ്ദേഹം എഴുതി വെച്ചതായിട്ട്. അത് അദ്ദേഹം പറയണത്, ഞാൻ നബിയിൽ നിന്ന് കേട്ടത് മുഴുവൻ എഴുതി വെച്ചു. കാരണം നബിയിൽ നിന്ന് കേൾക്കാറുള്ളത് മുഴുവൻ ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഹദീസിന് വരുന്നവരുടെ പലപ്പോഴുള്ളൊരു വിമർശനത്തിലൊന്നാണ് റസൂലിന്റെ കാലങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ ഒരു ഏകീകരണം തുടങ്ങി. പക്ഷെ അതിലൊക്കെ നമ്മൾ പറയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടതാണ്. കാരണം അത് അള്ളാഹു സംരക്ഷിച്ചതാണ്. ഏതുപോലെ ഖുർആനെ പോലെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, ഹദീസും സംരക്ഷിക്കും. കാരണം ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈന ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. അത് അള്ളാൻ്റെ ബാധ്യത അല്ല, റഹ്മത്താണ്. ഉമ്മത്തിനോട് അള്ളാൻ്റെ റഹ്മത്താണ്. അത് അള്ളാഹ് ഏറ്റെടുത്ത കാര്യമാണ്. ഖുർആൻ നിലനിൽക്കുമെങ്കിൽ അതിൻ്റെ ബയാനും നിലനിൽക്കും. ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഫീഹിം. ജനങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടത് എന്ത് ചെയ്യണം, നബിയെ നീ വിശദീകരിക്കണം. ആ വിശദീകരണം അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് മാത്രം അത് എന്ത് ചെയ്യൂല, നിലനിർത്തൂല. അതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്, റസൂലുള്ളാഹിന്റെ ജീവിതം. അത് വാമൊഴിയാൽ ഒരു കാലം എന്ത് ചെയ്തു അല്ലാഹ് നിലനിർത്തി പോന്നു. പിന്നെ അതിനെ ഖയ്യിദു അൽ ഇൽം, നിങ്ങൾ അറിവുകളെ രേഖപ്പെടുത്തി വെക്കണം എന്ന് പറഞ്ഞ വരികൾ വരുമ്പോൾ എന്ത് ചെയ്തു, പണ്ഡിതന്മാർ അതിനെ രേഖപ്പെടുത്തി പോന്നു. പിന്നീട് പിൽക്കാലത്ത് എന്ത് ചെയ്തു, താബികളുടെ കാലത്ത് വന്ന കുറേ ഫിത്നകൾ ഇതിന്റെ ഓതന്റിസിറ്റിയെ തകർക്കാൻ എന്ത് ചെയ്തു, പല ഇതും വന്നു, പല കാര്യങ്ങളും വന്നു ഒരു കാലത്ത് അല്ലേ. ഈ ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ മതി, കാരണം ഇതിൽ അവ്യക്തതകൾ ഉണ്ടാകാം, ഹദീസ്, അങ്ങനെ പല ശുബ്ഹാത്തുകളും സമയത്താണ് ഈ ഒരു ഫിത്ന തുടങ്ങുന്നത്. ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വധത്തോടു കൂടി തുടങ്ങുന്ന ഒരു, അതിന് മുന്നേ നബിയുടെ പേരിൽ കള്ളം പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റസൂൽ മൻ കദിബ അലിയ മുതഅമ്മിദൻ, നബിയെ പറയണമെങ്കിൽ എന്താണ്, അറിഞ്ഞുകൊണ്ട് നബിന്റെ കാര്യത്തിൽ നിന്നാണ് പറയുന്നവർ ഉണ്ടാവും. റസൂൽ പറഞ്ഞു ആഖിരി സമാനിൽ എന്താണ് അദ്ദജ്ജാലൂന വകദ്ദാബൂൻ യഅതൂനകും ബിൽ അഹാദീസി മാ ലൻ തസ്മഉ അൻതും വലാ ആബാഉകും. അങ്ങനത്തെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ആളുകൾ വരും. ചില ആളുകൾ ഇങ്ങനെ സോഫയിൽ ചാരി ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഖുറാനിലുള്ളത് മതി ഹദീസുള്ളത് വേണ്ട എന്ന് പറയുന്ന ആളുകൾ വരും. ഇത് നബിയുടെ പ്രവചനാണ്. നബിയുടെ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു വന്നിരുന്നു എന്നാണ് ഈ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകണത്. അപ്പോൾ അവർ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കും, നബിന്റെ പേരിൽ ഇങ്ങനെ നോണ പറയും. അപ്പോൾ പിൽക്കാലത്ത് അതെന്ത് ചെയ്തു, നബിയുടെ ഹദീസുകളെ തകർക്കാൻ എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു, കുറെ ആളുകൾ സൂക്ഷ്മത എന്തായിരുന്നു അവിടെ. ഒരാൾ വന്ന ഹദീസ് പറയാൻ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇവരെ ഹദീസുകളെ സംരക്ഷിക്കാനുള്ള നമ്മളെ ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞ സംഗതി, അത് ഹദീസുകൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പിൽക്കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. പക്ഷേ ഉസൂൽ ഹദീസ് നബിയുടെ കാലത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ട് എന്ന് പറയാൻ കാരണം ചില ഹദീസുകൾ സ്വഹാബത്ത് കൊണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആരാ പറഞ്ഞെന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അൽ-ഇസ്തിദ്നാനു സലാസ്, അനുവാദം ചോദിക്കൽ 3 തവണയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിക്കണ സമയത്ത് ഉമറിന് ചോദിക്കണ്ടല്ലോ, അത് ആരാ പറഞ്ഞത് ചോദിക്കണത് പറയണത്. അപ്പോഴാണല്ലോ ഇന്ന ആളാ പറഞ്ഞത്. അപ്പോൾ അയാളെ വിളിച്ചു കൊണ്ടുപോവാ. ഇതെന്താണ്, ഇത് തസബ്ബുത്താണ്, ഒരു കാര്യത്തിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഉമറിൻ്റെ കാലത്ത് അതുണ്ട്. പിന്നെ പിൽക്കാലത്ത് മറ്റേ ഇബ്നു ശീരീൻ്റെ ഒക്കെ കൗല് നമുക്ക് വളരെ അൽ ഇസ്നാദു മിനദ്ദീൻ അല്ലേ. ഇസ്നാദ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സനദ് ചോദിക്കൽ എന്നാണ്, ചെയിൻ ചോദിക്കണം ആരാ പറഞ്ഞത്. കാരണം അത് പിന്നെ നബിൻ്റെ പേരിൽ ഇവർ കൊണ്ടുവന്നു. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാവും, അതായത് ഹദീസിൽ ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല, ഇതിപ്പോൾ ഞാൻ സാധാരണക്കാരെങ്ങനെ ഇതിനെ അതിലേക്ക് വരാൻ തോന്നുന്നു. അതിനു മുമ്പ് അപ്പോൾ ഇവിടെ കള്ള ഹദീസ് ആളുകൾ റസൂലിന്റെ പേരിൽ ചില ആളുകൾ ഇപ്പോൾ അതിലിപ്പോൾ ഒരു പ്രധാനി ആരാണ്, ഒരു കള്ള ഹദീസ്
അന്നത്തെ ജിന്ദിക്കിങ്ങൾ അധികം അല്ലേ പ്രധാനികൾ എന്ന് പറയാൻ കാരണം മുനാഫിക്കീങ്ങളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ. ഇത് പറഞ്ഞാലേ ഈ കള്ള ഹദീസുകളുടെ തുടക്കം തന്നെ ഓരോരുത്തരും ഓരോ സ്വാർത്ഥതക്കും വേണ്ടി ചിലപ്പോൾ തങ്ങളുടെ വാദം നിലനിർത്താൻ ഏതെങ്കിലും കക്ഷി, ചിലപ്പോൾ ഉദാഹരണത്തിന് ഷിയാക്കളാണെങ്കിൽ അവരുടെ ഇമാമിയത്തിനെ അങ്ങനെ സ്ഥിരപ്പെടുത്താനുള്ള കുറേ ഹദീസുകൾ ഇങ്ങനെ ഇറക്കും, ഓരോ ഇമാമ് എന്നുള്ള നിരക്ക് കുറേ വരും. ഇനി അതെല്ലാം മുനാഫിക്കങ്ങളാണെങ്കിൽ അവരവരുടെ രീതിയിൽ എന്ത് ചെയ്യുക കുറേ വരും. അത് ഓരോരോ കക്ഷിത്വവും വ്യക്തിപരമായ പല കാരണങ്ങൾ, അതൊക്കെ വേറെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. പല കാരണങ്ങളുണ്ട് ശരിക്കും വൈഫായ ഹദീസുകളുടെ ഒക്കെ പിന്നിൽ. ഇവിടെ നമ്മൾ പറഞ്ഞത് പക്ഷേ ഈ വൈഫായ ഹദീസുകൾ ഇത്രയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഹദീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമില്ല. കാരണം ഹദീസുകൾ സ്വഹീഹായ ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് നമുക്ക് ആയുസ് തീർക്കാണ്ട് അതിൽ കിടന്നിട്ട്. ഇപ്പോൾ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഒരു സിന്ദീഖിനെ പിടികൂടി, കപട വിശ്വാസി. അയാളെ പിടികൂടിയപ്പോൾ അയാൾ ജയിലിലടച്ചപ്പോൾ അയാൾ വെല്ലുവിളിക്കാൻ, നിങ്ങളെ നബിയുടെ ഹദീസുകളിൽ ഞാൻ ഒരുപാട് ലക്ഷക്കണക്കിന് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മൗദൂ ആയത് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ഇനി എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും? അപ്പോൾ അദ്ദേഹം പറഞ്ഞെടുത്ത മറുപടിയാണ് അബ്ദുല്ലാ ഇബ്നു മുബാറക്കിനെ പോലുള്ള ഇമാം ഫസാരിയെ പോലുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞങ്ങൾക്കൊരു ഭയമില്ല. ഏതുപോലെ നെല്ലും പതിരും അല്ലേ, ഒന്നിനെങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് പോലെ ഉസൂൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അതാണ് ദുർബലമായ ഹദീസുകളിൽ നിന്ന്, സഖീമായ രോഗം വന്ന റിവായത്തുകളിൽ നിന്ന് രോഗമില്ലാത്ത സ്വഹീഹായ ഹദീസുകൾ ഇങ്ങനെ വേർതിരിച്ചറിയാൻ കഴിവുള്ള കെൽപ്പുള്ള കപ്പാസിറ്റി ഉള്ള അറിവുള്ള പണ്ഡിതന്മാരുള്ളിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ ജുഹൂദുൽ ഉലമ പണ്ഡിതന്മാരുടെ മഹാഗ്രന്ഥങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാം. ഇതൊക്കെ എന്താണ്, ഹദീസുകൾ സംരക്ഷിക്കപ്പെടാൻ അവരെടുത്ത എഫേർട്ടുകളാണ്. പല റിജാലിലുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ ഹദീസുകൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട സ്വഹീഹ് എന്നുള്ള നിലയ്ക്ക് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ എന്താണ് ജുഹൂദുൽ ഉലമയാണ്, ഉലമാക്കളുടെ പരിശ്രമമാണ്. അതുള്ളിടത്തോളം എന്തില്ല, ഒരു ബേജാറും ഇല്ല, നിലനിൽക്കുന്നില്ല. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ലുഗവി ആയിട്ടൊരു അത്ഭുതം കൂടിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ തന്നെ ഖുർആൻ വരുന്നു, ഖുർആൻ റസൂൽ പാരായണം ചെയ്തു കൊടുക്കുന്നു, റസൂൽ ഹദീസ് പറയുന്നു. രണ്ടിൻ്റെ ശൈലിയും അതുപോലെ തന്നെ ഭാഷയിലൊക്കെ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഖുദ്സിയായ ഹദീസ്, ഖുർആന്, അത് തമ്മിലുള്ള വേർതിരിവ് ഈ പഠനത്തിൽ വളരെ വേറിട്ട് നിൽക്കുന്നൊരു പഠനമാണ്. ഇപ്പോൾ ഖുദ്സിയായ ഹദീസ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഫ്ളും മഅന അള്ളാഹുവിൽ നിന്നുമാണെന്നാ പറയാം. എന്നാൽ ഖുർആനാകട്ടെ അതെന്താണ്, അൽ മുതഅബ്ബദു ബി തിലാവതിഹി. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലഫ്ള് ഇബാദത്താണ്, നമ്മൾ ഓതുന്നിടത്തോളം പാരാ. പക്ഷേ ഹദീസുകൾ എന്തല്ല അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഒമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ല വഹ്യു യൂഹ. ചില പണ്ഡിതന്മാർ നബിയുടെ മൗനം പോലും വഹ്യാണ് എന്ന് പറയണത് ആ രീതിയിലാണ്. അപ്പോൾ ഞാൻ വായനയിലിപ്പോൾ ഇപ്പോൾ ഖുറാൻ്റെ ഒരു ഭാഷാപരമായ അത്ഭുതം നമ്മൾ സംസാരിക്കും. അപ്പോൾ ഇതിപ്പോൾ റസൂലിനെ കെട്ടിച്ചമച്ചാണെന്ന് ഒരാൾ പറയുകയാണെങ്കിലും 23 വർഷം ഒരു ശൈലിയിൽ ഖുറാൻ പറഞ്ഞു കൊടുക്കുന്നു, വേറൊരു ശൈലിയിൽ എന്താണ് പറയുക ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു. ഒരാളിന് രണ്ടും സംഭവിക്കുന്നു. അപ്പൊ ഇതൊരിക്കലും എന്തല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒന്ന്. നബിയുടെ ഒരു മുഅ്ജിസത്തല്ലേ ശരിക്ക്. ഇപ്പൊ ചില ഹദീസുകൾ ജവാമിഉൽ കലിം അല്ലേ, സുർഗിബൻ തസ്ദദ് ഹുബ്ബൻ, ഭയങ്കര വളരെ ക്യാപ്സൂളാണ്, പക്ഷെ ഭയങ്കര വിശാലമായ അർത്ഥം. ഇതുപോലെ തന്നെ നബിയുടെ ചില വർത്തമാനം, ചില ഹദീസുകൾ നബി 3 വട്ടമൊക്കെ പറയും അല്ലേ, 3 തവണ ആവർത്തിക്കും ചില കെലിമത്തുകൾ. മാത്രമല്ല നബിയുടെ ഹദീസുകളുടെ ഒരു സൗന്ദര്യം വേറെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഹദീസ് പഠിക്കാനുള്ള കൂടുതലൊരു കാരണം കൂടി ഉണ്ട്. ലുഗ പഠിക്കാനായിരുന്നു ആഗ്രഹം തന്നെ. ലുഗ പഠിക്കാൻ ഏറ്റവും നല്ലത് ഖുർആനും ഹദീസും പഠിക്കലാണ്. റസൂൽ അന അഫ്സഹുൽ അറബ്, അറബികളിൽ ഏറ്റവും ഫസീഹാരാണ് ഞാനാണ്. ഫസാഹത്ത് വേണോ ബലാഗത്ത് വേണോ, നമ്മളെന്ത് ചെയ്താൽ മതി, നമ്മള് നബിയുടെ ഹദീസുകളും. അപ്പോൾ പിന്നെ അതന്നെ ശരിയാണ്, നബിയുടെ ചില ഹദീസുകളുടെ ശൈലി ഖുറാന്റെ ശൈലി രണ്ടും ഒന്ന് കലാമുള്ളതാണ്. അതല്ല പുറത്തുനിന്ന് ഒരാൾ വീക്ഷിക്കുമ്പോൾ, ഇസ്ലാം എന്നല്ല, ഇസ്ലാം പുറത്തുനിന്ന് ഒരാൾ അതിന് ഒരു ഭാഷാശാസ്ത്രജ്ഞൻ വീക്ഷിക്കുമ്പോൾ അതൊരു അസാധ്യമായ ഒരു സംഗതിയാണ്. ഇപ്പൊ പ്രവാചകത്തിന്റെ ഒരു തെളിവാണ് നബുവത്തിന്റെ അടയാളമാണ്. നബി അഫ്സഹുൽ അറബ് നബി പറയണ ഖുറൈശികൾ അഹങ്കാരം കാണിച്ചിരുന്ന ഒരു സംഗതിയായിരുന്നു, ഞങ്ങൾ വലിയ ഭാഷാ പണ്ഡിതന്മാരാണ് എന്നൊക്കെ. എല്ലാ അറബികളെ അടക്കി ഭരിച്ചത് അതിൻ്റെ പേരിലാണ്. പക്ഷെ ആ കൂട്ടത്തിൽ അവരെ വിളിച്ച് അള്ളൊരു കിതാബ് ഇറക്കി, അതുകൊണ്ട് നബിയിലൂടെയാണ് അത് ഇറക്കിയത്. വമാ കുൻത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ. നബിയുടെ മുഅ്ജിസത്താണ് ഖുർആനും സുന്നത്തും. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരാം. അപ്പോൾ ക്രോഡീകരണത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ അവർ എഴുതി വെച്ചിരുന്നവരുണ്ടായിരുന്നു. പിന്നെ കള്ളഹദീസുകളുടെ പ്രചാരം ഉണ്ടായി. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും
ഒരു ഫസ്റ്റ് ജനറേഷൻ സ്വഹാബികളുടെ കാലം കഴിയുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റീസൺ. ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ ഉമർ റളിയല്ലാഹു, അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു, ഇവരൊക്കെ ഹദീസുകൾ വളരെ കുറച്ചേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം അവർ പഴയ തലമുറയാണ്, പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. അല്ല, സ്വഹാബത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കിബാറു സ്വഹാബ, സിഗാർ സ്വഹാബ എന്ന ഇതുണ്ട്, തൊബക്കകളുണ്ട്. തൊബക്ക ഹദീസ് പരമ്പര നമ്മൾ പഠിച്ചു പോകുമ്പോൾ തന്നെ തൊബക്ക വ്യത്യസ്തമാണ് ഓരോ പണ്ഡിതന്മാർക്കും. അത് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമാണ്. ചില ആളുകൾ ഇപ്പോൾ ഇബ്നു സഅദിന്റെ തൊബക്ക ആയിരിക്കില്ല ചിലപ്പോൾ പിൽക്കാലത്ത് വന്ന ആളുകൾ. അത് ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ ചില ആൾക്കാർ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഇത് റസൂൽ പഠിപ്പിച്ചൊരു തൊബക്കയാണ്. ഏറ്റവും നല്ല ഉത്തമർ എന്ന് പറയുന്നത് എൻ്റെ നൂറ്റാണ്ടിലുള്ളവരാണ്, നബിയുടെ കൂടെ ജീവിച്ച. അതന്നെ, അത് അള്ളാഹ് സ്വഹാബികളൊരു തൊബക്ക, അതുപോലെ തന്നെ താബീങ്ങളൊരു തൊബക്ക, അത്ബാ താബീനൊരു തൊബക്ക, ഇങ്ങനെ തൊബക്കകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹദീസ് വ്യത്യാസം വരും പറഞ്ഞാൽ ഏതൊക്കെ വ്യത്യാസം എങ്ങനെ വരാം? ചിലർ വർഷം വെച്ച്, ചിലർ കാലഘട്ടം, അതുപോലെ തന്നെ ചില ആളുകൾ തൊബക്കകൾ എന്നത് ഇതനുസരിച്ച്, അതായത് നാടുകൾക്കനുസരിച്ച്. മദീനയിലെ സ്വഹാബികൾ, മദീനയിലെ താബികൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചു. ചില ആൾക്കാർ ഷാമി അല്ലെ, ഷാമിലുള്ളത്, ബസറയിലുള്ളത്, ഇങ്ങനെ. അപ്പോൾ കാലഘട്ടത്തിലും ആളുകൾ എന്ത് ചെയ്യുന്നു, മാറ്റം വരാൻ സാധ്യത ഉണ്ട്. അത് ഓരോ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഈ ഇൽമുൽ ഹദീസ് പഠനം എളുപ്പമാവാൻ. ഇൽമുൽ റിജാൽ വന്നപ്പോഴാണ് ഈ തൊബക്കകളും സംഗതികളൊക്കെ വന്നത്. ഇപ്പോൾ നമ്മളൊരു റാബിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അത് ഓഡിയൻസിന് മനസ്സിലാവാൻ ഹദീസിന് 2 ഭാഗമാണ്, അങ്ങനെ തന്നെയല്ല മത്നും സനദും. നമ്മൾ പറയാം ഇൽമുൽ റിവായ, ഇൽമു റിവായ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇവിടെ ഹദീസ് ക്രോഡീകരണം, ഹദീസിൻ്റെ എന്താണ് ഷറഹുകൾ, അതിൻ്റെ ഖറായിബ് പറഞ്ഞാൽ അബരിയത്ത് എന്ന് പറഞ്ഞ വേർഡുകളെ വിശദീകരിക്കണം, അങ്ങനത്തെ ഇതൊക്കെ ഇൽമു റിവായയിൽ വരും. ഇൽമു ദിറായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉസൂലിലേക്ക് കടക്കും, സ്വഹീഹ് അതിൻ്റെ അക്സാമുകൾ, ഇങ്ങനെ ആ രീതിയിൽ. അപ്പോൾ അതിൽ മത്തിനും സനദും ഉണ്ട്. ഒരു ഹദീസ് എന്ന് പറയുന്നത് സനദും മത്തിനും, സനദ് പ്ലസ് മത്തിൻ ഹദീസ്. നമുക്കൊരു സനദിന് ഒരു ഓഡിയൻസിന് മനസ്സിലായ ഉദാഹരണം പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഹദീസ് വെക്കണ്ട, ഒരു എ ബി സി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതൊരു ഹദീസ് ഗ്രന്ഥം തുടങ്ങുകയാണെങ്കിലും എന്ത് ഉണ്ടാവും, പരമ്പരകൾ കാണാം. അതുപോലെ ഖാലൽ ബുഖാരി റഹിമഹുല്ലാ ഹദ്ദസന എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരിൻ്റെ ഷെയ്ഖിനെ പറയും, അബൂ ഇസ്ഹാഖോ, അങ്ങനെ ഷെയ്ഖിന്റെ പേര് പറഞ്ഞു. പരമ്പര ഇങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ചിലതിൽ അന്നാവും, ചിലതിൽ അത് പിന്നെ ഇസ്തിലാഹിയായ. അപ്പൊ ചിലത് അഖ്ബറനി, അത് നമ്മളല്ലേ ഖബറുകൾ എന്നുള്ളത് ഹദീസിൽ അവിടെയാണ് ആ ചർച്ച വരുന്നത്, അഖ്ബാറുകൾ. പിന്നെ ഹദ്ദസനി എന്ന് വരും. ചില സമയത്ത് ഈ അൻ അതൊക്കെ ഇമാം ബുഖാരിൻ്റെതായ ചില നിയമങ്ങളുണ്ടായിരുന്നു. എന്താണ് ഇമാം ബുഖാരിനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ആളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അനായിട്ട് ഉച്ചരിക്കാൻ പാടുള്ളൂ. ചില ആൾക്കാർ ഉണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അങ്ങനെ വന്ന്, അതൊക്കെ ഇസ്തിലാഹിയാണ്. എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഇറങ്ങണം. അപ്പൊ എനിക്ക് തോന്നുന്നു മത്നും സനദും ഒരു ഉദാഹരണം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ ബുഖാരി റഹ്മഹുല്ലാ ഹദ്ദസന എന്നിങ്ങനെ ചെയിന് പോകും. ആദ്യം അവിടുന്ന് വരും ബുഖാരിന്റെ ഷെയ്ഖ്, അങ്ങനെ പോയി ഇതൊക്കെ കണ്ടവരായിരിക്കട്ടെ ഇവര്. ഓരോരുത്തരും ഓരോ ആളുകളും എന്താണ് ഈ ചെയിനിന്റെ കണ്ണികളാണ്. ഈ കണ്ണികളെ കുറിച്ചുള്ള പഠനമാണ് ഇൽമു റിജാൽ. ഈ കണ്ണികളെ അവസാനത്തിൽ അല്ലെ 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഒന്ന് നബിയിലേക്ക് എത്തുന്നുണ്ടാവും, അതിന് മർഫൂ എന്ന് പറയും. ഇത് ചിലപ്പോൾ നേരെ സ്വഹാബിയിലേക്ക് എത്തും, മൗഖൂഫ് എന്ന് പറയും. ചിലപ്പോൾ താബികളിലേക്ക്, അതിന് നമ്മൾ മക്തൂ എന്ന് പറയും. ഇതിനൊക്കെ ഓരോ കാറ്റഗറി. ഇപ്പോൾ അക്സാമുൽ ഹദീസിനെ ഇങ്ങനെ വേർതിരിക്കുകയാണ്. പിന്നെ ഈ ചെയിൻ തന്നെ വേറെ പഠനമുണ്ട്. ഇപ്പോൾ മുത്തവാത്തിറായ ചെയിനും ഉണ്ടാവും, ആഹാദായ ചെയിനും ഉണ്ടാവും. മുത്തവാത്തിറായ ഇഷ്ടം പോലെ ആളുകൾ നബിയുടെ പേര് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒരു കള്ളി കൊടുക്കണം, ഇങ്ങനെ ചിന്നി ചിതറി നിൽക്കുന്നത് കാണാം. അതാണ്. അപ്പോൾ ഒരു ഹദീസിനെ ശരിക്കും നമ്മൾ പഠിക്കണമെങ്കിൽ ഇതിൽ തുർക്കുകൾ ജമ്മ് ചെയ്യണം എന്നാ പറയാം. അപ്പോൾ ഈ ഇൽമു റിജാല് ഞാൻ ഒന്നുകൂടി, അപ്പൊ ഈ ഇൽമു റിജാൽ ഓരോ വ്യക്തികളുണ്ട്. ഈ വ്യക്തികളെ എല്ലാ ഡീറ്റെയിൽസും പണ്ഡിതന്മാർ, അതാണ് നമ്മൾ പറയുന്നത്. അതാണ് ജുഹൂദുൽ ഉലമ, പണ്ഡിതന്മാരുടെ ശ്രമതരം. മാഷാ അല്ലാഹ്, അതൊരു ബഹറാണ്. ഇപ്പോൾ സിയർ അലാമിൻ നുബല ഇമാം ദഹബിൻ്റെ എത്ര റാവിമാരെ അതിൽ ക്രോഡീകരിച്ചു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിമിലെ റാവിമാരെ മാത്രം പഠിക്കണമെങ്കിൽ അതിന് ചില പ്രത്യേക ഗ്രന്ഥങ്ങളുണ്ട് ഇൽമു റിജാലിൽ. ഇപ്പോൾ കുത്തുബു സിത്ത അല്ലെങ്കിൽ കുത്തുബു സുന്ന, ചില ആൾക്കാർ സിഹാഹു സിത്ത എന്ന് പറയും. പക്ഷേ സിഹാഹു സിത്ത എന്നുള്ളത് കൂടുതൽ എന്തല്ല അതിന് പറ്റൂല എന്ന് ചില വാദങ്ങൾ കാണാം. അതിൽ 6 എണ്ണം: സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം, പിന്നെ സുനൻ അബീ ദാവൂദ്, സുനന് തുർമുദി അല്ലെങ്കിൽ ജാമിഅ തുർമുദി, പിന്നെ സുനനു നസായി, സുനൻ ഇബ്നു മാജ. ഈ 6 ഗ്രന്ഥങ്ങളിൽ വന്ന റാവിമാർ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവരെ മാത്രം ക്രോഡീകരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇമാം ദഹബി ഒരു ഗ്രന്ഥം രചിച്ചു, അൽ കാശിഫ്. അപ്പോൾ ഇതിലൊരു റാവിൻ്റെ ഇതിലൊരു പഠനം നടത്തുമ്പോൾ ഒരാൾ ആ റാവി ശരിയല്ല എന്ന് പറയുമ്പോൾ, ഇത് സുനൻ തുർമുദിയിലെ ആളാണെങ്കിൽ നമുക്ക് അയാളെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോയാൽ മതി,
കാശിഫ് ഗ്രന്ഥം എടുക്കുക, അതൊക്കെ ഒരു മുഅ്ജമിയായ, അതായത് ഹർഫുകൾക്കനുസരിച്ച് അതിനെങ്ങനെ തെർത്തീബ് ചെയ്തിട്ടുണ്ട്. ഈ അവരുടെ സ്വഭാവം എല്ലാം പരിശോധിക്കപ്പെടും. ഏകദേശ കാര്യങ്ങൾ അതാണ്. അറിയാത്ത ആളാണെങ്കിൽ അതിൽ ജഹാലത്താണ്. നമ്മൾ ഇപ്പോൾ ഹദീസുകൾ സ്വീകാര്യമാവാത്ത കാര്യം, ഇപ്പോൾ 4 ഹദീസ് സ്വീകരിക്കണമെങ്കിൽ മറബാഹുൽ അദ്ലു, താമുൽ ലബ്ത്, മുത്തസില സനദ്, ഗൈറ മുഅല്ലലിൻ വലാ ശാദ്. 5 നിബന്ധന പറഞ്ഞു. ഈ ബുഖാരിക്കും മുസ്ലിമിനും ഇതിനപ്പുറത്ത് വേറെ നിബന്ധന വന്നു. ഈ 5 ഒന്നാമത്തെ കാര്യമാണ് ഇത് അദിലാവണം, യോഗ്യനായ ആളാവണം ഹദീസുകൾ. അപ്പോൾ യോഗ്യത എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? കുറേ അയാൾക്ക് ഫാസിക്കാവാൻ പാടില്ല, അയാൾ എന്താ പാടില്ല, തുഹ്മത്തും ബിൽ കദീബ്, ഒരാൾ ജനങ്ങളുടെ പേരിൽ നുണ പറയുന്ന ആളാവാൻ പാടില്ല, കാദിബാവാൻ പാടില്ല, കദ്ദാബാവാൻ പാടില്ല. കദ്ദാബ് എന്ന് പറഞ്ഞാൽ നബിൻ്റെ പേരിൽ നുണ പറഞ്ഞ ആളാണ്, അത് മൗദൂആയ ഹദീസായിരിക്കും. അപ്പോൾ അത് പാടില്ല. പിന്നെ ജഹാലത്ത് ഉണ്ടാവാൻ പാടില്ല. എന്താ ജഹാല? അറിവില്ലായ്മല്ല. ആ ജഹാലത്ത് അദാലത്തിൻ്റെ മറ്റൊരു ന്യൂനത. ജഹാല മറവിയല്ല. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാളെ നോക്കണ സമയത്ത് അയാളെ പറ്റി നമുക്ക് എവിടെയും എന്തുണ്ടാവില്ല, ഇൻഫർമേഷൻസ് ഉണ്ടാവില്ല, അയാൾ അവ്യക്തനാണ്. ഉദാഹരണത്തിന് അയാളുടെ ജഹാല 2 ടൈപ്പ്, അയിന് ഹാല്. ഹലന മസ്തൂർ എന്ന് പറഞ്ഞാൽ കുറേ. ഇപ്പോൾ ഒരു പേഴ്സൺ, ഇപ്പോൾ അസീമിൻ്റെ പേര് അസീം എന്നാണ്, പക്ഷെ ചില ആൾക്കാർ അബു കുഞ്ഞ് ചേർപ്പോൾ അബു മുഹമ്മദ് എന്നോ അങ്ങനെ ചേർത്തപ്പോൾ അബു മുഹമ്മദ് കുറേ ഉണ്ടാവും. അപ്പോൾ ഈ അസീം എന്ന് പറഞ്ഞാൽ അബു മുഹമ്മദിനെ ഇപ്പോൾ ഇത് ആരിൽ നിന്ന് റിവായത്ത് ചെയ്തു, ഇത് ഇയാളിൽ നിന്ന് ആരൊക്കെ റിവായത്ത് ചെയ്തു എന്നുള്ള ഈ പരമ്പരകൾ നോക്കിയിട്ടാണ് നമ്മൾ ആളെ ഡിഫൈൻ ചെയ്യുക, ആളെ തിരഞ്ഞെടുക്കൽ. അപ്പോൾ അതൊന്നും കിട്ടാൻ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ ആളാരായി? അത് എന്താ, ഇയാൾ മജ്ഹൂലായി. മജ്ഹൂലിൻ്റെ ഹദീസ് എന്ത് ചെയ്യണടാ? സ്വഹീഹായ കാറ്റഗറിയിൽ കൊണ്ടുവരില്ല. ജഹാലത്ത് ഹാലുണ്ടാവും. ചിലപ്പോൾ അസീമിനെ അറിയാം, പക്ഷെ അസീമിൻ്റെ അവസ്ഥകൾ എന്ത് ചെയ്യണില്ല, അയാൾ ഫാസിക്കാണോ അല്ലെങ്കിൽ അയാളിലെ മറ്റ് റിവായത്തുകൾ അയാൾക്ക് വഹമുകൾ സംഭവിക്കാറുണ്ടോ, അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നത് അയാൾ ഹാല് മസ്തൂർ. പിന്നെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് മസ്തൂറിൻ്റെ സ്വീകരിക്കാൻ പറ്റുമില്ല എന്നുള്ള അഭിപ്രായങ്ങൾ വേറെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് അത്രയെല്ലാം ഇതിപ്പോൾ 5 നിബന്ധനകളിൽ തന്നെ കുറേ അതിനോടൊപ്പം ഉപോത്ബലകമായി കുറേ വരുന്നുണ്ട്. ഇതിപ്പോൾ അതിലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അദാലത്ത് കഴിഞ്ഞ് താമുള്ളബത്ത് വേറുണ്ട്. ഒരു വള്ളി പുള്ളി വിടാതെ ഏത് സമയത്ത് ചോദിച്ചാലും ഉറക്കത്തിൽ എണീറ്റ് ഹദീസുകൾ പറയണം, അല്ലെങ്കിൽ എഴുതി വച്ചതിൽ എന്താ മാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങൾ വരുമ്പോൾ ഹദീസ് എന്ത് ചെയ്യും, മാറ്റിവെക്കും. സ്വഹീഹിന്റെ കാറ്റഗറിയും താഴത്തേക്ക് പോകും. ഇപ്പം പ്രായമുള്ളവർ ഉദ്ധരിക്കുക, പിന്നെ അതൊക്കെ നമ്മൾ അധികം താമുള്ളബത്തിൽ വരുന്നതാണ്. മുഖ്തലത്ത് എന്നാണ് അതിന് പറയാം. ഇഖ്തിലാത്ത് സംഭവിക്കും. അപ്പോൾ അവരുടെ അതാണ് പറഞ്ഞത്, ഇവർ മാത്രമായിരിക്കൂല ഈ ഹദീസ് എന്ത് ചെയ്തുക, ഈ പരമ്പര മതി. ഈ ഹദീസിന് വേറെയും ത്വരീഖുകളുണ്ടാവും. ഈ ത്വരീഖുകൾ മുഴുവൻ ജമ്മു ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ കുറ്റമറ്റതാക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യണത് അതിനിപ്പോൾ നമ്മൾ. അതിപ്പോൾ സ്വഹീഹുല്ലി ഗൈരിഹി, ഹസനുല്ലി ദാത്തിഹി, ഹസനുല്ലി ഗൈരിഹി. ഗൈർ എന്ന് പറയുമ്പോൾ ഈ മുതാബാത്തുകൾ, ഈ ഷവാഹിദുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണത്. അപ്പം അതൊരു ഫന്നാണ്. അതിലെ കണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അല്ല, ആളുകള് ഹദീസിനെ നിഷേധിക്കുമ്പോൾ ഇതിന്റെ അതൊന്നും ആർക്കും കഴിയാലോ അല്ലേ, ആർക്കും പറയാൻ. പക്ഷെ ഇതൊക്കെ ഇതൊരു മോജിസത്താണ്, ഭയങ്കര. ആ പഠനത്തിൽ ഇറങ്ങുമ്പോൾ അത് മനസ്സിലാകും. അല്ലാഹു അലം. അതിലെ ഞാൻ ഒരു കോട്ട് പ്രധാനമായിട്ടും അല്ല ഇതിനെ കുറിച്ച് പഠിച്ച പലരും പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇതൊരു അത്ഭുതമാണെന്നുള്ളതാണ്. ഇതില് പണ്ഡിതന്മാരുടെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മദ്ഹബിന്റെ കാശിഫ്. ഈ കുത്തുബ് സിത്തയുടെ റാവിമാരെ പരിശോധിക്കാൻ വേറെയും കുറേ. ഇപ്പോൾ തുഹ്ഫത്തുൽ അഷ്റാഫ് ഫി മഅരിഫത്തിൽ അത്റാഫ്, അത് ഒരു ഗ്രന്ഥമാണ്. ഇപ്പോൾ ഇമാം മിസ്സിക്ക് ഒരു ഗ്രന്ഥം തഹ്ദീബുൽ കമാൽ ഫി മഅരിഫത്തി അസ്മാഇ റിജാൽ. എനിക്ക് തോന്നുന്നത് ഇൽമു റിജാൽ ഏറ്റവും വൈഡായ ഗ്രന്ഥം അതായിരിക്കും. പക്ഷേ അതിലില്ലാത്ത ആളുകളെ ചേർത്തിട്ട് എന്ത് ചെയ്ത് പിൽക്കാലത്ത് ഇമാം ദഹബി ഗ്രന്ഥം രചിച്ചു, മീസാനുൽ ഇഅ്തിദാൽ. അതിനും കുറച്ചും കൂടി വൈഡാക്കിയിട്ട് ഇബ്നു ഹജർ ഗ്രന്ഥം രചിച്ചു, ലിസാനുൽ മീസാൻ. ഇതൊക്കെ ഇൽമുർ റിജാലിലെ ഗ്രന്ഥം. ഇൽമുർ റിജാലിലെ ഗ്രന്ഥം മാത്രം പരിശോധിച്ചാൽ ഈ എന്താണ് യുക്തികൾ കൊണ്ട് ഹദീസിനെ തള്ളുന്ന ആളുകൾ എത്ര വിഡ്ഢികളാണെന്ന് എന്ത് ചെയ്യും. ഈ സനദിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയാണ്. റാവിമാർ മാത്രം, ഇനി സനദും മാത്രമല്ല മത്തിനും ഹദീസിന്റെ ഭാഗമാണ്. മത്തിനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ കാണിച്ച ചില കണിശതകളുണ്ട്, മത്തിനുകളെയും പഠന വിധേയമാക്കും. ചിലപ്പോൾ പരമ്പരകൾ ശരിയാകും, ചിലപ്പോൾ മത്തിനുകൾക്ക് എന്തെങ്കിലും ചില നക്കാർത്തുകളോ പ്രയാസങ്ങളോ ഉണ്ടാകും. അതിനതിൻ്റെതായ ഇപ്പോൾ മുസഹഫ്, മുദ്റജ്, മുൽത്തറിബ്, ഇതൊക്കെ ആ കാറ്റഗറിയാണ്. ഇതൊക്കെ ഓരോ ദൈഫായ ഹദീസിൻ്റെ. ഇപ്പം ഏറ്റവും കൂടുതൽ ഹദീസുകൾക്ക് കാറ്റഗറിയിൽ ദൈഫിനാണ്. സ്വഹീഹ് 2, സ്വഹീഹുൽ ലിദാത്തി, സ്വഹീഹുൽ ഗൈരി, ഹസനുൽ ലിദാത്തി, ഹസനുൽ ഗൈരി. ഈ 4 സ്വീകാര്യമാണ്, മഖ്ബൂലാണ്. ബാക്കി മുഴുവൻ മർദൂദാൻ.
സ്വീകരിക്കപ്പെടൂല. അത് എന്താണ് മറ്റേ ഇമാം ബൈക്കൂനിയൻ്റെ വരിയില്ലേ, ഫഹുവ ലഈഫു വഹുവ അഖ്സാമുൻ കസുർ. ലഈഫ് എന്ന് പറയുന്നത് ഇസ്മുകൾ ഇഷ്ടം പോലെ, ഓരോന്നിനും ഓരോ കാറ്റഗറിയാണ്. കാദിബായ ആൾ ഹദീസ് ഉദ്ധരിച്ചാൽ അത് മൗദൂആണ്. എന്തുകൊണ്ടാണ് മൗദൂ? അത് നബിയുടെ പേരിൽ നുണ അറിഞ്ഞ ആളാണ്. ഇങ്ങനെ ഓരോ രീതി. അപ്പോൾ എനിക്ക് തോന്നുന്നു മത്തിനും അതുപോലെ തന്നെ നമ്മൾ സനദിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സനദിന് ഇൽമു റിജാൽ അവിടെ നടക്കുന്ന ഒരു പഠനമാണ്. ആ പഠനത്തിൽ പണ്ഡിതരുടെ ഒരു എഫേർട്ട് ഭയങ്കരമാണ്. അതൊരു ഭഗീരഥ പ്രയത്നമാണ്. ആ പ്രയത്നത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നെ ഹദീസുകളുടെ ഒരു നിദാനശാസ്ത്രം എത്ര കുറ്റമറ്റാണെന്നുള്ള ബോധ്യം നമ്മൾക്ക്. ഹദീസ് നിദാനശാസ്ത്രത്തിന്റെ കാര്യത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. അപ്പോഴാണ് അതിന്റെ ഒരു വലിപ്പം മനസ്സിലാവുള്ളൂ. ഓറിയന്റലിസ്റ്റുകൾ ഒരുപാട് വിമർശനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകളെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്, ഓറിയന്റലിസ്റ്റുകളെ കൊണ്ട് ദോഷം ഉണ്ടായിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകൾ ഹദീസുകളെ വിമർശിക്കാനായിട്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്ന ആളുകളായിരുന്നു. അതെ, ഒരുപാട് അബ്ദുൽ ഫാദിൽ ബാക്കി. ഇതിനൊക്കെ ഇങ്ങനെ ഇവരുടെ ഗ്രന്ഥങ്ങളെങ്ങനെ, അതായത് വിൻസിക് എന്ന് പറഞ്ഞ ആളാണ്. വിൻസിക്കൊക്കെ ഓറിയന്റലിസ്റ്റ് അവർ ഹദീസുകൾ, ഇവർക്കിത് തപ്പി നോക്കണമല്ലോ, ഹദീസുകളെ ജമ്മ ചെയ്യണമല്ലോ. അതിന് ഇവർ എന്താണ് ഫിഹ്റിസത്ത് എന്നാണ് വിൻസിക്കിൻ്റെ ഗ്രന്ഥം, ഫിഹ്റിസത്ത് അല്ലേ. അതായത് ഇൻഡെക്സ്. ഇതിലിങ്ങനെ ഒരു ഹദീസിൻ്റെ ഹർഫ് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്യൂലേ, ഒരു ഹദീസ് നമുക്ക് മുഴുവൻ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ലഫ്ള് ഓർമ്മ വരും. പണ്ട് കാലത്ത് നമ്മളിപ്പോൾ തഹ്രീജുകൾക്ക് വേണ്ടിയൊക്കെ ഇതിനായിട്ട് ഇപ്പോൾ തുഹഫത്തുൽ അഷ്റാഫ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഇമാം മിസ്സിയുടെ ഗ്രന്ഥങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഓരോ ഹദീസിൻ്റെ ഒരു ഭാഗം മാത്രം കിട്ടിയിട്ട് നമ്മൾ ഹദീസിൻ്റെ തൊറഫുകൾ അന്വേഷിച്ച് പോവാണ്, തരീഖുകൾ അന്വേഷിക്കാൻ. ഈ പഠനത്തിന് ഏറ്റവും കൂടുതൽ എളുപ്പം കൊണ്ടുവന്നത് ശരിക്കും ആരാണ്? ഓറിയന്റലിസ്റ്റുകളാണ്. ഒരിതിനും വേണ്ടി എത്ര പണം ചിലവാക്കി, ഒരിതിനും വേണ്ടി എത്ര ആയുഷ് ചിലവാക്കി, ഒരിതിനും വേണ്ടി എത്ര ഗവേഷണങ്ങൾ നടത്തി, എന്നിട്ട് ഇവർ ഗ്രന്ഥം രചിക്കാൻ, ഇതിന് വിമർശിക്കാൻ. പക്ഷെ ഇത് പിൽക്കാലത്ത് ആർക്ക് ഗുണം? മോദി സിങ്ങൾക്ക് ഗുണമായി. മോദി സിങ്ങൾ അതിനെന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് എടുക്കുക ചെയ്തത്. ഇപ്പോൾ ഈ ഹദീസ് വിമർശകർ ഇപ്പോൾ മുസ്ലിം ലോകത്തുനിന്ന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഖുറാൻ മാത്രം മതി പ്രമാണമായിട്ട് എന്ന് വാദിച്ച് മുന്നോട്ട് വന്ന അഹ്ലുൽ ഖുറാൻകാരുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ വിമർശനം നമുക്ക് അത് ഭയങ്കര ഒരുപാട് വലിയ വാർത്തയാണ്, അതിലേക്ക് പോകണ്ട, നമുക്ക് ഒരു ഇരിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ അതിൽ ചോദിക്കാന്ന് വെച്ചാൽ അവരൊക്കെ വിമർശനത്തിന് വിധേയനാകുന്ന ഒരു വ്യക്തിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. റസൂലിന്റെ കൂടെ 3 വർഷം അദ്ദേഹം, അത്ര വർഷം അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ ഹദീസ് അവസാന കാലത്താണ്. കാരണം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. മുഖ്സിരീങ്ങളിൽ തന്നെ നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദില്ല, ആയിഷ റളിയല്ലാഹു അൻഹ, ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ഹിഫ്ളന്നാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞു അബൂ ഹുറൈറ എന്നെക്കാളും കൂടുതൽ ഹദീസ് ആരുടെ കയ്യിലുണ്ട്? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം എഴുതി വെക്കാറുണ്ട്, ഞാൻ എഴുതി വെക്കാറുണ്ട്. പക്ഷേ ഇതൊരു റസൂലുള്ളാഹിന്റെ ഒരു ദുആ കൂടി ആയിരിക്കാം അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തട്ടം വിരിച്ചിട്ട് എന്താണ് ഇഫ്ള് അല്ലേ, നബിയുടെ തട്ടം ചെയ്ത് വിരിച്ചു കൊടുത്തു, എന്നിട്ട് അതിനെ മടക്കിയിട്ട് എന്ത് ചെയ്യുന്നു, നെഞ്ചത്ത് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉച്ചരിക്കുന്നത് കാണാം, ഉദ്ധരിക്കുന്നത് കാണാം. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം നബിന്റെ ഒപ്പം തന്നെ, കാരണം ഹദീസുകൾ ഹദീസ് സംരക്ഷിക്കാൻ റസൂലുള്ളാഹി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രചോദിപ്പിക്കുന്നത് കുറേ കാണാം. നബിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഹദീസുകളെ ക്രോഡീകരിക്കാൻ വേണ്ടി. അത് അബൂ ഹുറൈറ മാത്രമായിരുന്നില്ല. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹുവിനും ഒരു അയൽവാസിയും ഒരു ദിവസം ആര് പോവും, അൻസാരിയായ അന്ന് ഇവരെ പേര് ഞാൻ മറന്നുപോയി, സഹാബി അല്ലെ, അവര് ഒരു ദിവസം പോവും, ഒരു ദിവസം ഉമറും പോവും. അപ്പൊ ഇവരെന്താണ്, നബിയുടെ ഹദീസുകൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. ഹദീസ് പഠനത്തെ റസൂലുള്ളാഹി വല്ലാതെ മോട്ടിവേഷൻ പ്രചോദിപ്പിച്ചിട്ടുമുണ്ട്. അവരെ ആ ഒരു കാര്യത്തിൽ നബി നിലനിർത്തി പോന്നിട്ടുമുണ്ട്. അപ്പൊ അബൂ ഹുറൈറ ഏകദേശം 5600 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു. അപ്പൊ അബൂ ഹുറൈറനെ ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഹദീസുകൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു റാവിക്ക് എന്ത് വേണം, അതിലും വേണം താമസം. അതിലെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ അപ്പോൾ കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അഹ്ലു സുന്നന്റെ മുഹദ്ദിസീങ്ങൾ ആരും എന്ത് ചെയ്തിട്ടില്ല അബൂ ഹുറൈറയുടെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ടുവന്നില്ല. ഇപ്പം ഇക്കാലത്ത് നബി ഹദീസുകളെ വിമർശിക്കാനായിട്ട് പല അമ്പുകളും എന്ത് ചെയ്യും, തയ്യാറാക്കി വിട്ടതാണ്. ആ കൂട്ടത്തിൽ അബൂ ഹുറൈറയെ, മറ്റേ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, ഒരുപാട് സ്വഹാബികളെയും താബിയങ്ങളെയും വിമർശിക്കും. ഇമാം ബുഖാരി, സഹീഹുൽ ബുഖാരിനെ തന്നെ എടുത്ത് കാണാനുള്ള ഇമാം ബുഖാരിൻ്റെ മേലിൽ വരുന്ന അലിഗേഷൻസ്, ഇമാം മുസ്ലിമിൻ്റെ മേലിൽ വരുന്നത്. പക്ഷേ ഇതൊക്കെ
ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വശത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന നല്ല മഹാപണ്ഡിതന്മാരുണ്ട്. അഹ്ലുസുന്നൻ്റെ പണ്ഡിതന്മാർ, അവിടെ ഗ്രന്ഥങ്ങളും ആ കാലങ്ങളോളം അവർ രചിച്ചു വെച്ച ഗ്രന്ഥങ്ങളുണ്ട്. അതന്നെ മതി ശരിക്കും ഇവർക്ക് വിമർശനം മറുപടിയായിട്ട് നമുക്ക് കൊടുക്കാൻ. അപ്പോൾ അത് ഒന്ന് ഡീപ്പായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതില് പിന്നെ നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സ്ത്രീ സാന്നിധ്യമാണല്ലോ. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ലേ, നബിന്റെ കൂടെ ആര് ജീവിക്കണം അത് അള്ളാഹ് തിരഞ്ഞെടുത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ആയിഷ ബീവി അല്ലെ, ആ ഒരു നബിയുടെ ആയിഷ ബീവിയുടെ വിവാഹവും മറ്റു കാര്യമൊക്കെ അവരിങ്ങനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആയിഷ റളിയല്ലാഹു വിവാഹം അല്ലേ. അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ വരുന്നു. പക്ഷേ ഇസ്ലാമിക ലോകത്തൊരു പണ്ഡിതയാണ് ഈ ഹദീസ് സംരക്ഷണത്തിൽ വലിയൊരു സ്ഥാനം അവർ വഹിച്ചിട്ടുണ്ടല്ലോ. ഇസ്ലാമിക ലോകത്തെ ഒരുപാട് വനിതകളെ കാണാം. സ്വഹാബത്തിന്റെ കൂട്ടത്തിലായാലും താബികളുടെ ഹദീസുകളെയും അറിവുകളെയും മുഴുവൻ ഇത് സംരക്ഷിച്ചു പോകുന്നത്. ആ കൂട്ടത്തിൽ 2000 ചില്ലാൻ ഹദീസുകളാണ് ആയിഷ ബീവി ഹിഫ്ള് ചെയ്ത് റിവായത്ത് ചെയ്ത് തന്നാൻ. അതും ചില ഹദീസുകളൊക്കെ ഇങ്ങനെ ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞത് എന്ത് രസമെന്നറിയാം. ഹദീസ് വായിച്ചു പോകുമ്പോൾ ഓരോരുത്തർക്ക് നമ്മുടെ വല്യന്മാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണത് പോലെ അല്ലേ പറഞ്ഞു കൊടുക്കണ ചില റിവായത്തുകൾ കാണാം. ഓരോ കാലഘട്ടത്തെ അള്ളാഹുവിന്റെ ഹിക്മത്ത് തന്നെ ആയിരിക്കാം. ഒരുപാട് പതിറ്റാണ്ട് റസൂലിനു അവർ ജീവിച്ചു. മാത്രമല്ല നബിയുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ കാലം എന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മകൾ അല്ലേ. മറ്റേ പ്രായാധികം കൊണ്ട് മറന്നു പോകണുണ്ടാവും. ഇത് ഓരോ നബിയുടെ കൂടെ കുളിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഓടിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഒപ്പം ഇല്ലാതിരുന്ന നിമിഷങ്ങൾ, അതുവരെ ഓരോ ഹദീസിലും ഇങ്ങനെ അതിൻ്റെ ഇഴ കീറി ചർച്ച ചെയ്യുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാണ്. ആയിഷ ബീവിനെ വിമർശിക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ല അല്ലേ. പണ്ഡിതയാണ്. അതോടൊപ്പം അതെ ഞാൻ പറഞ്ഞത്, വിമർശനങ്ങളും ഹദീസ് നിഷേധങ്ങളും വന്നത് പിൽക്കാലത്ത് സ്വാർത്ഥതകളാണ്. ഒന്നുകിൽ തങ്ങളുടെ ഇപ്പോൾ ഷിയാക്കളാണെങ്കിൽ അവരവരുടെ ഇതിന് അപ്പോൾ ആയിഷ ബീവിനും അബൂബക്കർ സിദ്ദീഖിനൊക്കെ വിമർശിച്ചിട്ട് ആ ഹദീസുകളും മാറ്റി നിർത്തും. ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ. ഉമർ അള്ളാൻ്റെ ഹദീസുകളും സ്വീകരിക്കില്ല. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ഹദീസുകളിൽ അവർക്കുണ്ടാകുന്ന വിദ്വേഷങ്ങൾ അതിൻ്റെ മാത്രം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതൊക്കെ അത് ഹദീസ് വിമർശനം അല്ലെങ്കിൽ ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വേറൊരു സമയത്ത് ചെയ്യുന്നത് നന്നായിരിക്കും. വണ്ടിമാരൊക്കെ എടുത്തിട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇത് ഇപ്പോ ഇത് എവിടെ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും സുന്ദരമായ മാഷാ അല്ലാഹ്. ഒരുപാട് ഉപകാരം കിട്ടിയ സംസാരമാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ഓഡിയൻസിൽ ഇപ്പോൾ ഹദീസ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളോട് എന്താ പറയാനുള്ളത്? ഹദീസ് പഠിക്കണം എന്ന് ഞാൻ പറയാം. താല്പര്യം നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. ഹദീസ് പഠിക്കണം. കാരണം ഹദീസ് പഠിക്കുമ്പോഴാണ് നമ്മളെ ദീന് സംരക്ഷിക്കപ്പെടുക. നമ്മളെ ദീന് മാത്രമല്ല ഈ ഉമ്മത്ത് സംരക്ഷിക്കപ്പെടുക. ഇബ്രാഹിം ഇബ്നു അദ്ഹം നമ്മളറിയുന്ന ആളാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹമിൻ്റെ കുറേ നല്ല നല്ല ഹിക്മത്തുകൾ ഇങ്ങനെ ചില ആൾക്കാർ പറയുന്നത് കാണാം. ഇബ്രാഹിം അദ്ഹമിൻ്റെ ഒരു വരി ഈ ഒരു ഭാഗത്ത് കേൾപ്പിക്കാൻ അദ്ദേഹം പറയണേ, ഇന്നല്ലാഹു തആല യദ്ഫഉൽ ബലാ അൻ ഹാദിഹിൽ ഉമ്മ ബിരിഹ്ലത്തി അസ്ഹാബിൽ ഹദീസ്. ഹദീസ് പണ്ഡിതന്മാരുടെ യാത്രകളാൽ അള്ളാഹുവിൻ്റെയും ഈ ഉമ്മത്തിൽ നിന്നുള്ള ഒരുപാട് പരീക്ഷണങ്ങളെ റബ്ബ് തടഞ്ഞു നിർത്തുന്നതാണ്. ഇത് നബി പറഞ്ഞതല്ല. പക്ഷേ ഇബ്രാഹിം അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇല്ലാതെ പറയൂല. കാരണം നബി പറഞ്ഞിട്ടില്ല എന്താ ഈ ഉമ്മത്തിൻ്റെ ബലാകൾ തടയപ്പെടാൻ മുഹദ്ദിസീങ്ങളുടെ യാത്ര നിമിത്തമാകുന്നു നബി പറഞ്ഞില്ല. പക്ഷേ അത് ശരിയാണ്. ഇബ്രാഹിം അദ്ഹബ് പറഞ്ഞത് ഏറെ ശരിയാണ്. ഒരുപാട് മുഹദ്ദിസീങ്ങൾ യാത്ര ചെയ്തതിൻ്റെ ഫലമായതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് എന്ത് ചെയ്ത് കറകളഞ്ഞ ദീന് കിട്ടിയത്. ഭൗതികമായും പാരത്രികമായും നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത്. അത് അതിന് ഉദാഹരണം റസൂലുള്ള പറഞ്ഞു ദജ്ജാലിൻ്റെ വരവ്. ദജ്ജാൽ അവസാന കാലഘട്ടത്തിൽ വരും. വലിയ ഹദീസിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ കാണാം, ദജ്ജാൽ പറയും ഒരാളെ, അന്നത്തെ മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ഞാൻ അള്ളയാണ്. അപ്പോൾ അയാൾ എന്താ പറയുക, എനിക്കറിയാം ഹദ്ദസന അൻക റസൂലുള്ളാഹ് അൻത ദജ്ജാൽ ഹദ്ദസന. ആ വരി നോക്കണം, ഹദ്ദസന എന്താ ഹദ്ദസന, ഞങ്ങൾക്ക് നബി ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്, നീ ആരാണ് ദജ്ജാൽ. ഏറ്റവും വലിയ ഫിത്ന, എല്ലാ ഫിത്നയിൽ നിന്നും സംരക്ഷണമാണ് ഹദീസ് പഠനം. അത് ഈ ഒരു ഒറ്റ ഹദീസിൽ നിന്ന് തെളിവാണ്. നബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു നീ ദജ്ജാല. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹ് ബയാൻ ചെയ്തു തന്നു. അപ്പോൾ ഈ പഠനമുള്ളിടത്തോളം ഇപ്പോൾ ഒരു ഹദീസിനും വേണ്ടി ജാബിർ ഇബ്നു അബ്ദില്ല ഒരു മാസക്കാലം യാത്ര ചെയ്തു. ജാബിർ ഇബ്നു അബ്ദില്ല അൻസാരിയാണ്, മദീനക്കാരനാണ്. ഇവർ യാത്ര പോയത് അവിടേക്ക് ഷാമിലേക്ക്. ആരുടെ അരികിലേക്കാണ്? അബ്ദുല്ലാഹിബിന് ഉനൈസ് താബിഈയാണ്. അബ്ദുല്ലാഹിബിൻ ഉനൈസിൻ്റെ അടുത്ത് ആ ഹദീസ് ഉള്ളൂന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി പോയി. ഒരു മാസം എടുത്തു വന്നാണ്. ഇന്നത്തെ പോലെ BMW അല്ലെങ്കിൽ മറ്റേ വല്യൂ ട്രാവലറൊക്കെ യാത്ര ചെയ്യണ വണ്ടിയോ, ഇന്നത്തെ കുട്ടിയൊക്കെ അതാ അറിയാം. യാത്ര എന്നറിയുമ്പോൾ വല്യൂ ട്രാവലർ മറ്റേ അതൊരു ഭക്തൻ്റെ സുജിത്ത് ഭക്തൻ ഇവരൊക്കെ യാത്രകളാണെന്ന് കൂട്ടി. പക്ഷേ ഏറ്റവും വലിയ യാത്രകളുടെ ക്രോഡീകരിച്ച് വെച്ചത് നബിയുടെ ഹദീസുകളാണ്.
മുൻഗാമികളായ ഇമാം ബുഖാരിയും ഇവരൊക്കെ യാത്ര ചെയ്ത് ക്രോഡീകരിച്ച് വെച്ചൊരു സാധനമുണ്ട്. നമ്മൾ വേറെയുള്ള ട്രാവൽ ബ്ലോഗുകളുടെ മുമ്പിൽ സമയം ചിലവഴിനേക്കാൾ നമുക്ക് സമയം ചിലവഴിക്കാൻ ഈ നല്ല നല്ല ബ്ലോഗുകളുണ്ട്. അതാണ് നബിയുടെ ഹദീസുകൾ. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു ഏറ്റവും സ്വാധീനിച്ച ഒരു ഹദീസ്, ഏറ്റവും സ്വാധീനിച്ച ഒരു ഹദീസ്, സുബ്ഹാനല്ലാഹ്, എല്ലാ ഹദീസും സ്വാധീനിക്കുന്നതല്ലേ, മനസ്സിൽ നിൽക്കുന്ന ഏറ്റവും മനസ്സിലേക്കുന്ന ഒരു ഹദീസ് എന്ന് പറയുന്നത് ഈ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ നല്ല മഴ ചെയ്യണോണ്ട് തന്നെ എൻ്റെ മനസ്സിലേക്കുന്ന ഒരു സംഗതിയാണ്. റസൂൽ പറഞ്ഞു, മസലുമാ ബഅസനി അല്ലാഹു, വലിയൊരു ഹദീസ് ഭാഗട്ടാ, മസലുമാ ബഅസനി അല്ലാഹു ബിൽ ഹുദാ വൽ ഇൽം, അറിവും സന്മാർഗവും ഉണ്ട് അള്ളാഹു എന്നെ പറഞ്ഞയച്ചതിൻ്റെ ഉപമ അതൊരു ഒരു സ്ഥലത്ത് മഴ പെയ്യണത് പോലെയാണെന്ന്. ഇതുപോലെ ചില സ്ഥലങ്ങളിൽ എന്താണ് നഖിയ, നല്ല സ്ഥലക്കാരം, വെള്ളം മഴ പെയ്യും, ആ വെള്ളം ആ സ്ഥലം എന്ത് ചെയ്യും, വെള്ളത്തിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു കുടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, പിന്നെ അവിടെ നല്ല നല്ല പച്ചപ്പുള്ള അല്ലെങ്കിൽ നല്ല മുളകളിങ്ങനെ പൊന്തും. അത് നല്ലൊരു ഉപമയാണ്. അതൊരു കൂട്ടം ആളുകൾ. എന്നാൽ ചില സ്ഥലത്ത് മഴ പെയ്യും, അവിടെ അത് വലിച്ചു കുടിക്കല്ല, അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ കുറേ ആളുകൾ വന്ന് അതിനെന്ത് വെള്ളം കുടിക്കും. ചില ആളുകൾ അതിൽ നിന്ന് കോരിക്കൊണ്ടുപോയി ഈ ജലസേചനം എന്ത് ചെയ്യും, കൃഷികൾക്കും ഇതിനൊക്കെ ഉപയോഗിക്കും, കന്നുകാലികൾക്കൊക്കെ കൊടുക്കും. ജനങ്ങൾക്ക് കുറേ ഉപകാരമായിരിക്കും, അതും നല്ലതാണ്. എന്നാൽ ചില സ്ഥലമുണ്ട് എന്താണ് ഖിആൻ, അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം നിൽക്കില്ല, വെള്ളം കെട്ടി നിൽക്കില്ല, അങ്ങനെ ഒഴുകിയാണ്ട് പോകും. ഇതിൽ മൂന്നിൽ ഏതാണ് റസൂൽ ഈ പറഞ്ഞത്? ഹുദയുടെയും ഇൽമിൻ്റെയും ഉദാഹരണമാണ്. അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹ് പറഞ്ഞാൽ അങ്ങനെ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്വാധീനമാണ്. അള്ളാഹു അറിവ് നിലനിർത്തി തരട്ടെ, ഇൽമ നമുക്ക് നിലനിർത്തി തരട്ടെ, ഇൽമിനോടുള്ള താല്പര്യം നിലനിർത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് നമ്മൾ അവസാനം പാർട്ട് 1 ആയിട്ട് ഇതിനെ ഉൾക്കൊള്ളാണ്. നമ്മൾ ഇതിൽ പറഞ്ഞതിനെ മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്താൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുനിന്ന് ഹദീസുകളുടെ ക്രോഡീകരണം എന്തായിരുന്നു, സഹാബികൾ എഴുതി വെച്ചവരുണ്ടായിരുന്നു. പിന്നെ അടുത്ത എനിക്ക് തോന്നുന്നു താബികൾ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഇമാം ബുഖാരി വരെയുള്ള പിന്നീട് നമുക്ക് ഒരു ഡീപ്പായിട്ട് തന്നെ ഒന്ന് ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ ജുഹൂദുകൾ മാഷാ അല്ലാഹ് വളരെ ഉഷാറാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതിലിപ്പോൾ കൂടുതൽ വായിക്കാനോ പിന്നെ കൂടുതൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അത് നമ്മളെ വളരെ ബേസായി ഇപ്പോൾ മലയാളത്തിൽ ഗ്രന്ഥങ്ങൾ വിചാരിക്കുന്ന ആളാണ്. ഇപ്പോൾ ദവാ ബുക്സൊക്കെ ഇറക്കിയ ഹദീസ് ക്രോഡീകരണം എന്നാണ്. മിഷാൽ സലീമാണ്, അല്ല അക്ബർ സാഹിബ് എഴുതിയത്. ഇങ്ങനത്തെ കുറേ മലയാള പുസ്തകങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മുഖദ്ദിമകളിൽ എന്താണ് ഹദീസ് എന്നും ഹദീസിൻ്റെ മറ്റ് ക്രോഡീകരണങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആമുഖങ്ങളിലൊക്കെ പറഞ്ഞു പോയി. ആ ഗ്രന്ഥങ്ങൾ നന്നായിട്ട് വായിക്കാം. അപ്പോൾ ഒരു ഹദീസ് എന്താണെന്നുള്ളൊരു താല്പര്യം. പിന്നെ ഹദീസ് പഠിക്കുന്നപ്പോൾ കുറേ വിദ്യാർത്ഥികളുണ്ടാകും, പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ടാകും. അവരിൽ നിന്നൊക്കെ ഏകദേശം ഹദീസുകളുടെ മറ്റ് ഭാഗങ്ങളിൽ ഹദീസ് വിശദീകരണങ്ങൾ, ഇപ്പോൾ ഹദീസ് ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാം. പക്ഷേ ഹദീസ് ക്ലാസ്സുകളിൽ നിന്നും കുറച്ചുകൂടി മാറിയിരുന്ന് ഹദീസ് അതിൻ്റെ വിശദീകരണങ്ങളായ ശുറൂഹുകൾ പലപ്പോഴും അത് അധികവും അറബിയിലും ഇതിലൊക്കെയാണ് ലഭ്യമായത്. മലയാളത്തിൽ അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു ഒരു പുസ്തകം എഴുതിയിരുന്നില്ല ഹദീസ് പോലെ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടാവും. ഞാനൊരു സാധാരണ എഴുതി, പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഞാനിങ്ങനെ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ ആകുമ്പോഴത്തേന് ഇറക്കണം എന്നായി. ഓരോ റമദാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഏകദേശം അതിന്റെ ഒരു അത് ഞാൻ അതിന്റെ സലാസൂനാത്ത് എന്നുള്ള പേരിൽ ഇട്ടതാണ്. അതായത് ആ ഹദീസ് ഇത് വായിക്കുമ്പോൾ 30 സ്വഹാബിമാരെ പറ്റി കിട്ടും, 30 ഹദീസ് ഇമാം ബുഖാരി അങ്ങനത്തെ പോലെ ഹദീസ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് കിട്ടും, അത് റിവായത്ത് ചെയ്ത ആളുകളെ കിട്ടും, 30 ഹദീസുകൾ കിട്ടും, 30 ഹദീസുകളുടെ ഷർഹും കിട്ടും. ഇൻഷാ അല്ലാഹ് അത് ജുഹൂദാണ്. അല്ലാഹു അത് ജാസിമിനോട് പണ്ട് പറഞ്ഞതോട് അല്ല, അത് വേറൊരു ലേഖനം. ഏതായാലും ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ കുറേ ഗ്രന്ഥം മലയാളത്തിലുള്ളതുണ്ടാവും, ഇംഗ്ലീഷിലൊക്കെ കുറേ അവൈലബിൾ ആണ് ഇന്നത്തെ ഷുറൂഹുകൾ. ഇപ്പോൾ ഫത്തുൽ ബാരിൻ്റെ വരെ ഇംഗ്ലീഷ് ഏകദേശം പൂർത്തിയായി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിനൊക്കെ വായിക്കുമ്പോൾ മുസ്ലിമിൻ്റെ മുഖദ്ദിമത്തു സ്വഹീഹ് മുസ്ലിം. അതേപോലെ പിന്നെ ഉസൂലുകളിൽ വേറെ ഉണ്ട്, ഹദീസുകളിൽ വേറെ. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ബേസായ ഒരാൾ ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്ത് ചെയ്യുക, പഠിക്കാം. അത് ഭയങ്കര രസമാണ്. അതിൻ്റെ വലിയ പരമ്പരകളൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ തുടക്കത്തിൽ സ്വഹാബിന് കൊടുക്കും, ഒരു കുനിയത്ത് കൊടുക്കും, ആ സഹാബി ആരാന്നാണ്. ഇപ്പോൾ ഹസൻ റളിയല്ലാഹുവിനെ പറ്റി പറയുന്ന വേർഡുകളൊക്കെ എന്താ വെച്ചാൽ എന്താണ് സ്വഹാബിൻ്റെ അതെന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണ രീതിയിലാണ്. അതിൻ്റെയൊക്കെ ഷുറൂഹുകൾ കുറേ ഉണ്ട്. അതേപോലെ തന്നെ റിയാദുസ് സ്വാലിഹീൻ, ബുലൂഗുൽ മറാം, ഇതൊക്കെ നല്ല ഹദീസ് ഗ്രന്ഥങ്ങളാണ്. ഉസൂലുകൾ വേറെ ഉണ്ട്. ഉസൂലുകളൊക്കെ വളരെ ബേസായിട്ട് പഠിക്കുകയാണെങ്കിൽ ബൈക്കൂനിയൻ്റെ മൻദൂമ പഠിക്കാം, അതല്ലെങ്കിൽ നുഹ്ബ, നുസ്ഹ,
മുഖദ്ദിമത്ത് ഇബ്നു സലാ, കുറേ ഗ്രന്ഥങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു പുസ്തകത്തെ മാത്രം ആധാരമാക്കിയുള്ള പഠനമായിരിക്കും നന്നാവും. ഉസൂലിൽ നിന്ന് ഒന്നെടുക്കുക, അതുപോലെ തന്നെ കുതുബു സിത്ത അല്ലേ, സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം തിരഞ്ഞെടുത്ത ഹദീസുകൾ അങ്ങനെ കയറ്റി പോവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. പിന്നെ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, പുതിയ കാലത്ത് എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരുപാട് ആപ്ലിക്കേഷനുകളുടെ ജാമിയ കുത്തുബുത്തിസ് അല്ലേ, അത് അറബിയിൽ ആണത്തേക്കും വരിക. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ ഇതേപോലെ നമുക്ക് ഒരു ഹദീസിൻ്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ വരുന്ന ദുററുസ്സനിയ പോലെ, അതേപോലെ തന്നെ എന്താണ് ജാമ്യ എന്ന് പറഞ്ഞിട്ടൊരു ജാമ്യ സുന്നത്തുൻ നബവിയ എന്ന് പറഞ്ഞതുപോലെ ആപ്പുകളുണ്ട്. അത് ഹഫാദുൽ മുത്തൂൻ കുറേ ഉണ്ട്, കുറേ അവൈലബിൾ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ലിങ്കുകൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആണ്. ഇപ്പൊ ഇനിയും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും. വന്നതിൽ സന്തോഷം. എൻ്റെ ഉസ്താദ് കൂടിയാണ്, അതിന് വലിയ സന്തോഷം. അല്ല, ഹദീസിനോട് അത് സംസാരിക്കുമ്പോൾ എപ്പോഴും പുഞ്ചിരിച്ച് ഹദീസിനോട് ഒരു ഇഷ്ടം തോന്നും. അബ്ദുള്ള സൽഫിയാണ് പിന്നെ നമ്മളൊരു ഉസ്താദ്. ആ ഒരു സന്തോഷം കൂടി ഇതിലുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ. അപ്പോൾ ആ മഞ്ഞുമലയുടെ അറ്റം നമ്മൾ സ്പർശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. മൻസൂർ മദനിക്ക് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഡീപ്പായിട്ട് ഇനിയും ഈ സബ്ജക്റ്റിൽ നമ്മൾ കൂടുതൽ പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക.